വിശുദ്ധ തിരുവചനത്തിലോട്ട് നമുക്ക് തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. പിന്നെ ട്രാൻസ്ലേഷൻ ബൈ കുഞ്ഞുങ്ങൾക്ക് കാണത്താൽ ട്രാൻസ്ലേഷൻ ആവശ്യമുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ ചെറിയ ഇംഗ്ലീഷ് ട്രൈ ചെയ്യാം. എങ്കിലും കഥാവ് സഹായിക്കട്ടെ, സമയത്തിൻ്റെ കുറവ് മൂലം. ഓക്കെ, കഥാവ് സഹായിക്കട്ടെ. God bless you. ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് വേണ്ടി ഫോർ അവർ ഷോർട്ട് മെഡിറ്റേഷൻ let's turn our attention to Philemon. You know where is Philemon? പഴയതാണോ Philemon? നോക്കാണോ പഴയതാണോ? എന്നെയൊക്കെ നോക്കുന്നത് കേരള 30 പേരുണ്ട 30 ഒരുപാട് വലിയ സംഖ്യ. Philemon ലേഖനം അതിന്റെ 11-ാമത്തെ 10-11 വാക്യങ്ങൾ വായിച്ചു. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിന് വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഫിലോമോൻ കിട്ടിയല്ലോ. ഫിലോമോന്റെ ലേഖനം വായിച്ചത് എത്ര അധ്യായമാണ്? അവന് ചാപ്റ്റേഴ്സ് അധ്യായം 2, 3 ഒരധ്യായം. ഫിലോമോൻ ലേഖനത്തിൽ അധ്യായമുണ്ടോ? ഒരധ്യായം. ആ അധ്യായത്തിൽ എത്രാമത്തെ വാക്യം വായിച്ചേ? 10, 11, 12 വാക്യം. ഞാൻ ലാസ്റ്റ് ഇയർ വന്ന സമയത്ത് പ്രസംഗിച്ച് തിരുവചന ഭാഗങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏതാ? അനുസരണയുള്ളവരായിരിക്കും. സ്വന്തം വേറെ ആ വിഷയം വേറെ ഓർക്കുന്നുണ്ടോ? ലാസ്റ്റ് ടൈമില് നിങ്ങൾ എത്ര കൈയടിക്കുന്നു എനിക്ക് വിഷയമല്ല, നിങ്ങൾ ആമയിൽ എത്ര പറയുന്നു എനിക്ക് വിഷയമല്ല, നിങ്ങൾ പറഞ്ഞില്ലേലും കുഴപ്പമില്ല എനിക്ക്. പക്ഷെ ഒരു വചനമേ നമ്മൾ കേട്ടുള്ളൂ, അത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് മനസ്സിലാകുന്നു. നമ്മൾ ഒത്തിരി കേൾക്കും, ഒത്തിരി കൈയടിക്കും. ഞാനും കൈയടിക്കുന്ന ആളാണ്, ഞാനും അന്യഭാഷ പറയുന്ന ആളാണ്, ഞാനും പ്രാർത്ഥിക്കുന്ന ആളാണ്. അതിലൊക്കെ ശരിയാണ്, അതിലൊക്കെ കാര്യമില്ലെന്നല്ല, കാര്യമുണ്ട്. പക്ഷേ തിരുവചനത്തോടുള്ള ബന്ധം കടന്നു വരുമ്പോൾ ഒരു വചനമേ നമ്മൾ കേട്ടുള്ളൂ, സാരമില്ല. ആ ഒറ്റ വചനം ഇവിടെ വേണം. 10 ഉണ്ടായിട്ട് 10 മറന്നു പോയതിലും ഭേദം ഒന്നേ കേട്ടുള്ളെങ്കിലും ഹൃദയത്തിന്റെ അകത്ത് വേണം. ഓക്കെ, ഞാൻ മനസ്സിലായത്. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം ചോദിക്കും, ഞാൻ ഈ ആഴ്ച എന്താണ് അതുകൊണ്ട് ഇപ്പോഴേ ഓർത്ത് വെച്ചോണം. എളുപ്പമുണ്ട്. ഒറ്റ അധ്യായമുള്ളായിരുന്നു ഒറ്റ അധ്യായമുള്ള ഒരു പുസ്തകമാണ് പാസ്റ്റർ പ്രസംഗിച്ചത്. അതേത് പുസ്തകമായിരുന്നു? ഫിലോമോൻ. ഓക്കെ, അപ്പോൾ ഫിലോമോൻ ലേഖനത്തിൽ നിന്നാണ്. അപ്പോൾ അതിന്റെ 10, 11, 12 വാക്യങ്ങളാണ് വായിച്ചത്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഈ പുസ്തകം ജയിച്ചറിയാം. ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രിസൺ എപ്പിസ്റ്റൽസ്, കാരാഗ്രഹ ലേഖനം കേട്ടിട്ടുണ്ടോ? വാട്ട് യു മീൻ ബൈ പ്രിസൺ എപ്പിസ്റ്റൽ? എന്താണ് ഈ കാരാഗ്രഹ ലേഖനം? എന്തുവാ? നമ്മൾ പ്രസംഗിക്കുകയല്ല, നിങ്ങൾ എന്നോട് പ്രസംഗിക്കുകയാണ്, ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുകയാണ്. എന്താണ് കാരാഗ്രഹ ലേഖനം? അതെ, ശരിയാ, അത് തന്നെ. കാരാഗ്രഹത്തിൽ കിടന്നതല്ല, കാരാഗ്രഹത്തിൽ ഇരുന്ന് എഴുതിയ ലേഖനത്തിനാണ് പറയുന്നത് കാരാഗ്രഹ ലേഖനം. Those letters are written in the prison. That's why the letters are known prison epistle. അത് മനസ്സിലാവും. ഇംഗ്ലീഷിന്റെ ആണ്. പ്രസംഗിക്ക് ഇരുന്നുകൊണ്ട് എഴുതിയ ലേഖനം ആരാണ്? Who wrote this? ആരാണ് എഴുതിയത്? ഈ പുസ്തകം ഇതാ കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് ആരാണത് എഴുതിയത്? അപ്പോസ്തലനായ പൗലോസ് അല്ലേ? ഇനി ഏതൊക്കെ ലേഖനങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് എഴുതിയെന്ന് അറിയാമോ? പറയാൻ സമയം പറഞ്ഞേ, ഞാൻ നോക്കട്ടെ നിങ്ങളുടെ വേദപുസ്തകത്തോടുള്ള എത്രമാത്രം ഞങ്ങളുണ്ടോ. ഞാൻ പറയാം, കഷ്ടപ്പാടുണ്ടായില്ല. 1 എഫേസ്യ ലേഖനം, 2 ഫിലിപ്പിയർക്കെതിരായ ലേഖനം, 3 കൊലോസ്യർക്കെതിരായ ലേഖനം. എന്നിവയാണ് ഈ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഒന്ന് പറഞ്ഞേ.
ഞാൻ പറഞ്ഞത് കേട്ടില്ല. എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, കൊലോസ്യ ലേഖനം. അതായിരിക്കും കേട്ടെ. നമ്മള് വിഷയത്തിൽ പറയുമ്പോഴല്ലേ എന്നിട്ട് വേണ്ട സമയക്കുറവ് പറയുന്നത്. അപ്പം ഈ 4 അവിടെ പറഞ്ഞു കേട്ടെ മറന്നുപോലെ നീ എഫേസ്യ ലേഖനം, നീ കുഞ്ഞുങ്ങളൊന്നും പറയാതെ വാട്ട് ആർ ദ പ്രസന്റ് എപ്പിസോഡ്സ്? വാട്ട് ആർ ദ പ്രസന്റ് എപ്പിസോഡ്സ്? അവനൊന്നും പറഞ്ഞിട്ടേ ഞാൻ ഓൾറെഡി ഐ ടോൾഡ് യു ദ പ്രസന്റ് എപ്പിസോഡ്സ് ആണ്. ഓക്കെ, അപ്പം ഈ പ്രസന്റ് എപ്പിസോഡ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടാണല്ലോ അല്ലേ? അപ്പം അത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞു. നിങ്ങളോട് പറ ഏതൊക്കെയാണ്. ഈ ജസ്റ്റ് ടെൽ മീ വാട്ട് ആർ ദ പ്രസന്റ് എപ്പിസോഡ്സ്. ഒന്നാം ലാസ്റ്റ് പറഞ്ഞോ, നീ പറഞ്ഞു. കർത്താവ് സഹായിക്കട്ടെ. അപ്പം ഈ പ്രസന്റ് എപ്പിസ്റ്റൽ ഫിലോമോന്റെ ലേഖനമാണ്. സോറി, ഫിലോമോൻ ഈ പ്രസന്റ് എപ്പിസ്റ്റലിലെ ഒരു എപ്പിസ്റ്റലാണ് ഏത്? ഫിലോമോന്റെ ലേഖനം. ആ ലേഖനം എഴുതിയതാരാണ്? Who wrote this? Paul. പൗലോസാണ് എഴുതിയിരിക്കുന്നത്. ആർക്കാണ് എഴുതിയിരിക്കുന്നത്? നടന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ആർക്കാണ് എഴുതിയത്? To whom? പറ. എല്ലാവരും പറയട്ടെ. നിങ്ങൾ പറഞ്ഞേ. നിങ്ങൾ മേളത്തെ പേരൊന്ന് വായിച്ച്. ആർക്കാ എഴുതിയ? കുഞ്ഞുങ്ങൾ ചേർന്ന് പറഞ്ഞ ഫിലോമോൻ. പറഞ്ഞേ, കുഞ്ഞുങ്ങൾ ചേർന്ന് പറഞ്ഞ ഫിലോമോൻ. ഞാൻ വിചാരിച്ചു പപ്പയെക്കാളും മമ്മിയെക്കാളൊക്കെ പപ്പയോടെ നമ്മൾ വീഴ്ചിരുമ്പോൾ ദേഷ്യപ്പെടുത്തില്ലേ? മമ്മിയോട് ദേഷ്യപ്പെടുത്തില്ലേ? അപ്പൊ സൗണ്ട് ബുദ്ധി വരത്തില്ല. പറഞ്ഞേ ഫിലോമോൻ. പറഞ്ഞേ, പേരൻസ് പറയണ്ട, നിങ്ങൾ ഫിലോമോൻ ഉറക്കെ. അതുകൊണ്ട് നമ്മുടെ പേരൻസിനെ ആ സ്ട്രെങ്ത് എന്ന് കാണിക്കണേ. പറഞ്ഞ ഫിലോമോൻ. അതെ, അപ്പം ഫിലോമോൻ ആരാണ് എഴുതിയത് പഠിച്ചു. ആരെഴുതിയത് പറഞ്ഞേ? പൗലോസാണ്. ആർക്കാണ് എഴുതിയത്? നീ അതായത് ഞാൻ ജിജിക്ക് എഴുതി. ജിജി എന്ന് പറയുന്ന വൈഫാണ്. അപ്പം ബോസിനെ കുറിച്ചാണ്, ബോസ് എന്ന് പറയുന്ന മോൻ, ബോസിനെ കുറിച്ചാണ് എഴുതിയത്. ഓക്കെ, ഞാൻ ആർക്ക് എഴുതി? ജിജിക്ക് എഴുതി. ഞാൻ ആർക്ക് എഴുതി? എൻ്റെ വൈഫ് ജിജിക്ക് എഴുതി. ആരെ കുറിച്ച് എഴുതുന്നേ? മോനെ കുറിച്ച് എന്ന് പറഞ്ഞതുപോലെ തന്നെ അപ്പോസ്തലൻ പൗലോസാണ് എഴുതിയത്, ശരിയാണ്. ഫിലോമോനാണ് എഴുതിയത്, അത് ശരിയാണ്. നീ ആരെ കുറിച്ചാണ് എഴുതിയത്? പറ. ശരിയാണ്. പറഞ്ഞ ചേർന്ന് പറഞ്ഞു ഒനേസിമോസ്. പറഞ്ഞേ, ചേർന്ന് പറഞ്ഞു ഒനേസിമോസ്. നിങ്ങൾ കർത്താവ് കേട്ടിട്ടുണ്ട്, പൗലോസിനെ കേട്ടിട്ടുണ്ട്, യാക്കോബിനെ കേട്ടിട്ടുണ്ട്, യോഹന്നാൻ എന്നുള്ളത്. ഇങ്ങനെ ഒരു പേരുണ്ട്. ഏതാ? ഒനേസിമോസ്. പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ ഒനേസിമോസ്. ഒനേസിമോസ്. ഒനേസിമോസിന്, ഈ ഒനേസിമോസ് എന്ന് പറഞ്ഞ വ്യക്തി സുവിശേഷത്തിന്റെ എന്താണ്, അപ്പോസ്തലൻ പൗലോസിന്റെ കൂടെ ശക്തനായ ഒരു സുവിശേഷ പ്രസംഗനൊന്നും ആയിരുന്നില്ല. നോർമലി നമ്മൾ ഒരാളെ കുറിച്ച് എഴുതുമ്പോ അല്ലേ, ഞാൻ IPCയുടെ പ്രസിഡന്റിനെ കണ്ടു, അല്ലെങ്കിൽ ചർച്ചക്കൂടിന്റെ ഓവർസിയറെ കണ്ടു, അല്ലേ, AGയുടെ സൂപ്രണ്ടിനെ കണ്ടു, അല്ലേ, ഇങ്ങനെ നമ്മൾ പറഞ്ഞു പ്രകീർത്തിച്ചൊക്കെ കാര്യങ്ങൾ എഴുതുമ്പോ ഒരു ദൈവഭൃത്യന്മാരുടെ ഒക്കെ ആ ഒരു നേച്ചർ നമ്മൾ തിരിച്ചറിയേണ്ടത് അവിടെയാണ്. There we have to identify or recognize the nature of the real servant of God. നമ്മൾ യഥാർത്ഥ ദൈവദാസന്മാരുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയേണ്ട കാലഘട്ടമാണ് ഈ കാലഘട്ടം. എല്ലാം നമ്മളെക്കാൾ വലുതും ഉന്നതമായതും ഒക്കെ തപ്പിപ്പിടിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? ചെറുതുള്ളവന് അല്പം കൂടെ മുകളിൽ, അതിനുമേൽ, അങ്ങനെ മുകളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, യഥാർത്ഥമായ ഒരു ആത്മീയനായിരുന്നു പൗലോസ്. ഇദ്ദേഹം ഒരു സത്യം പറഞ്ഞാൽ മോഷണം നടത്തുന്ന അല്ലെങ്കിൽ മോഷണം നടത്തിയ ഒരു വ്യക്തിയായിരുന്നു ആര്? ഈ ഒനേസിമോസ്. നിങ്ങൾക്ക് എല്ലാം കുഞ്ഞുങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്ന ഭാഷ പറയുക. ഈ ഫിലോമോൻ എന്ന് പറഞ്ഞില്ലേ, ഫിലോമോൻ ആരായി? ഫിലോമോൻ ഈ പൗലോസ് ആർക്കാണ് ജീവിക്കുന്നത്? അദ്ദേഹമാണ് ഫിലോമോൻ.
അദ്ദേഹം ഒരു ധനികനായ മനുഷ്യനാണ്. അദ്ദേഹം ഒരു റിച്ച് പേഴ്സൺ. ആരാ? പിന്നെ അവിടുത്തെ ഒരു അടിമയായിരുന്നു, സ്ലേവ് ആയിരുന്നു. ആര്? ഇപ്പൊ സ്റ്റോറി ഏകദേശം കണക്ട് ആകണമല്ലോ ഉണ്ടല്ലേ? അവിടുത്തെ ഒരു സ്ലേവ് ആയിരുന്നു. ആര്? ഒനേസിമോസ്. ഈ സ്റ്റോറി ഞാൻ പറഞ്ഞ ശേഷം ഇതിന്റെ പോയിന്റിലേക്ക് ഞാൻ വരാം. പോയിന്റിലാണ് ഇതിന്റെ കാര്യം ഇരിക്കുന്നത്. അപ്പോ ഫിലോമോൻ ഞാൻ പറഞ്ഞ ഒരു റിച്ച് പേഴ്സൺ ആയിരുന്നു, ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവജനായിരുന്നു, ഒരു ആത്മീയനാണ്. അതോടൊപ്പം തന്നെ ധനികനായ ധനാഠ്യനായ മനുഷ്യനായിരുന്നു. ആര്? ഫിലോമോൻ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹം എന്ത് സംഭവിച്ചെന്നറിയാമോ? അദ്ദേഹത്തിന്റെ ഈ ഫിലോമോന്റെ വീട്ടിലെ സ്ലേവ് ആരെന്ന് ഞാൻ പറഞ്ഞു. ഇദ്ദേഹം എന്ത് ചെയ്തു? ഫിലോമോന്റെ ഒരു പക്ഷേ പൈസയാകാം, മറ്റെന്തെങ്കിലും ആകാം, മോഷ്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുകയാണ്? പ്രാണരക്ഷാർത്ഥം അവിടുന്ന് രക്ഷപ്പെടുകയാണ്. സ്റ്റോറി മനസ്സിലായോ? സ്റ്റോറി മനസ്സിലായോ? ആരെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നേ? പൗലോസിനെ പറ്റിയല്ല, ഫിലോമോനെ പറ്റിയല്ല, ഒനേസിമോസിനെ പറ്റിയാണ്. അദ്ദേഹം പ്രാണരക്ഷാർത്ഥം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഓടി രക്ഷപ്പെട്ട് ഇദ്ദേഹം അവസാനം ആരുടെ കൈവന്നപ്പെട്ടെന്ന് അറിയാമോ? അല്ല, ഇദ്ദേഹം അവസാനം ശരിയാണ്, ഈ സ്റ്റോറിയുടെ അവസാനം ഫിലോമോൻ എടുത്ത് വരുന്നുണ്ട്. എങ്കിൽ പോലും ഇവിടുന്ന് രക്ഷപ്പെട്ട്, അതായത് ഫിലോമോന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടാ പോയെന്നറിയാമോ? മറ്റു സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോ പൗലോസ് ആ ജയിലിൽ കിടക്കുക. പൗലോസ് ജയിലിൽ കിടക്കുമ്പോൾ ആ സെയിം ജയിലിൽ ആരെ പിടിച്ചിട്ടു? ഒനേസിമോസിനെ പിടിച്ചു. കള്ളന്മാർക്ക് എവിടെ ചെന്നാലും ഒരു കള്ള ചായ കിട്ടണമെന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹം അവിടെ വേറൊരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ പിടിച്ചെന്ത് ചെയ്തു? ജയിലില് ഇടുവാനിടയായി. ഇദ്ദേഹം ഇപ്പൊ എവിടെയാണോ? ഒനേസിമോസ് ഇപ്പൊ എവിടെയാണോ? ജയിലിൽ. പൗലോസ് എവിടെ ഉണ്ട്? ജയിലിലുണ്ട്. ശ്രദ്ധിച്ചോണേ, പൗലോസ് ജയിലിലുണ്ട്, ഒനേസിമോസ് ജയിലിലുണ്ട്. ഇവരെന്ത് ചെയ്തു? ഇവർ പരസ്പരം കണ്ടു, ഇവർ പരസ്പരം പരിചയപ്പെട്ടു. അവരെന്ത് ചെയ്തു? അപ്പൊ ഒരു ശ്രദ്ധിക്കണമേ, എനിക്കൊരു സഭയുണ്ടെങ്കിൽ സുശിക്ഷ ചെയ്യാവൂ, അല്ലെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു സഭയുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ? സുശിക്ഷ വേല ചെയ്യുന്നതൊക്കെ ചില ആൾക്കാരുണ്ട് അല്ലേ? നമുക്കൊരു വേദി ഉണ്ടെങ്കിലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും വിചാരം. എന്നാൽ സുവിശേഷ വേലയ്ക്ക് ഒരു വേദിയുടെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നു. We no need to have a particular position to do the Lord's work. ഒരു പാസ്റ്റ് ആയിരിക്കണമെന്ന് ഇല്ല. അല്ലെങ്കിൽ പാസ്റ്റ് സുവിശേഷ വേല ചെയ്യുവാനായിട്ട് സുവിശേഷ വേല ഒരു ചർച്ചിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ഒരു കട്ടികൂടിയ ഉത്തരവാദിത്തമാണ്. അതിന് പാസ്റ്റ് നമുക്ക് വേണം. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞു സുവിശേഷ വേലയെ പറ്റി ഞാൻ പറഞ്ഞത്. സുവിശേഷ വേല, ഹല്ലേലൂയ, നമ്മൾ എവിടെ ആയിരിക്കുന്നു അതാണ് നമ്മുടെ സുവിശേഷ വേല സ്ഥലം. Wherever we are, that is there we have എന്താ പറയണ്ടേ, ഗോഡ്സ് വൈൻയാർഡ്. നമ്മൾ വേദത്തിന്റെ ഭാഷ പറഞ്ഞാൽ ഒരു മുന്തിരി തോട്ടം. നമ്മൾ കർത്താവെ എന്നെ ഒരു അയക്കണമെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ? എന്നെ ഒന്ന് അയക്കണമെന്ന്. കർത്താവ് നിന്നെ ഓൾറെഡി ആക്കി വെച്ചേക്കും ഒരു സ്ഥലത്ത് അല്ലേ? പിന്നെ നിന്നെ കർത്താവ് എങ്ങോട്ട് അയക്കാനാണ്? പൗലോസ് ഇപ്പൊ കിടക്കുന്ന ഇവിടെ പറഞ്ഞേ, പൗലോസ് വേർ ഹി ഈസ് നൗ. അപ്പം ഈ ഇത്രയും സുശിക്ഷകൾ ചെയ്ത് ടയേർഡായി അടി ഉപദ്രവം കിട്ടി കിടക്കുന്ന മനുഷ്യനാണ് ആര്? പൗലോസ് അല്ലെ? അതിന് മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ മനുഷ്യൻ അവിടെ കിടന്ന മര്യാദയ്ക്ക് റെസ്റ്റ് എടുക്കണം അല്ലേ? ഞാൻ പറഞ്ഞു. പക്ഷെ ആ പ്രസന്റ് അകവും സുവിശേഷവേല ചെയ്യാനുള്ള ഒരു ഇടമാക്കി ആര് മാറ്റി? പൗലോസ് മാറ്റി. സ്വതന്ത്രം പറയാമോ? ഇനി വേണേ സ്വതന്ത്രം പറയാമോ? നല്ല സ്വതന്ത്രം പറഞ്ഞാണ്ട് കുഞ്ഞുങ്ങൾ സ്വതന്ത്രം പറഞ്ഞേ. അതുപോലെ കുറച്ചുകൂടെ ശക്തമായി കുറച്ചുകൂടെ പറവട്ടെ. ഇനിയൊക്കെ ഇനിയുള്ള നാളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൗണ്ട് വേണം എന്ത് സഭയ്ക്കകത്ത് കൊണ്ടു നിൽക്കാനായിട്ട്. നമ്മളൊക്കെ ഒത്തിരി പാടി ഒത്തിരി ഒത്തരം പറഞ്ഞതുപോലെ ഇവരുടെ സൗണ്ട് എന്ത് ചെയ്യണം? മുമ്പ് നിൽക്കും. കർത്താവിന് വേണ്ടി നമ്മൾ സഹായിക്കുന്നത് മാത്രമാണ് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഞാൻ പറഞ്ഞ കാര്യം ചോദിച്ചാൽ, ഇനി കർത്താവെ എന്നെ അയക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു എങ്കിൽ പോലും ഓർത്തോണം, നിങ്ങളായിരിക്കുന്ന മണ്ഡലം ഏതാണോ? അത് ജയിലായാലും കൊള്ളാം, ബസ്സാണെങ്കിലും കൊള്ളാം, വീടിന്റെ അകമാണെങ്കിലും കൊള്ളാം, ജോലി ചെയ്യുന്ന മണ്ഡലമായാലും കൊള്ളാം, അതാണ് നിന്റെ സുവിശേഷ വേലയുടെ സ്ഥലമെന്ന് നാം തിരിച്ചറിയണം. അവിടെയാണ് യഥാർത്ഥമായ ആത്മീയ കാഴ്ചപ്പാട്. അവിടെയാണ് ഒരു ആത്മീയ മനുഷ്യൻ പിറക്കുന്നത് അല്ലെങ്കിൽ ജനിക്കുന്നത്. എവിടെയാണ് നമ്മൾ യഥാർത്ഥമായി നമ്മുടെ വിളി തിരിച്ചറിയുമ്പോൾ ചില ജനനങ്ങൾ നടക്കുവാനൊക്കെ വേണം. എവിടെയാണ്? Can you understand that? Can you believe it? എന്റെ വിളി ഞാൻ തിരിച്ചറിഞ്ഞാൽ എന്നിലൂടെ ചില ജനനം നടക്കുവാനൊക്കെ വേണം. ശ്രദ്ധിച്ചേ, ഇവിടെ പൗലോസ് വിശ്വാസിയുടെ വീട്ടിലെ വേലക്കാരനായിരുന്നു ഒനേസിമോസ്. ഫിലോമോന്റെ വീട്ടിലെ
പക്ഷേ തനിക്ക് ആരെ ജനിപ്പിക്കാൻ, അല്ലെങ്കിൽ തനിക്ക് ഒനേസിമോസിനെ വീണ്ടും ജനിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് താൻ മോഷ്ടാവായി മാറിയത്. പലപ്പോഴും നമ്മളുമായി ബന്ധപ്പെട്ട പല ആൾക്കാരും ഒനേസിമോസിന്റെ വീട്ടിലെ വേലക്കാരുടെ കൂട്ടാം, ഫിലോമോന്റെ വീട്ടിലെ വേലക്കാരുടെ കൂട്ടാം. ശ്രദ്ധിച്ചോണേ, നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരൊക്കെ ഫിലോമോന്റെ വീട്ടിലെ വേലക്കാരുടെ കൂട്ടാം. ആ വേലക്കാരുടെ ഗുണമെന്തുവാ? രക്ഷിക്കപ്പെടത്തില്ല. നമ്മുടെ സഹോദരങ്ങളുണ്ട്, നമ്മൾ പാടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, നമ്മളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സഹോദരങ്ങൾ ഇന്നുവരെ എന്തിനില്ല. അതിന് പലപ്പോഴും ഭയം കൊണ്ട് നമ്മൾ മുതിർന്നിട്ടില്ല. വസ്തുതയാണ്. നമ്മുടെ സറൗണ്ട് നിങ്ങളോട് കൂടെ നമ്മുടെ കൂടെ വർഷങ്ങൾ ജോലി ചെയ്ത പ്രിയപ്പെട്ടവർ കാണും. ഇത്രയും നാളായിട്ട് ഒരു വാക്ക് പോലും സുവിശേഷം പറയുവാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇന്ന് പകൽ ഒരു ചോദ്യചിഹ്നം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഇത്രയും നാളായി നിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നു, ഒത്തിരി അവസരങ്ങൾ കിട്ടി, ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ നിന്നോട് ഷെയർ ചെയ്യുന്നു. അവര് മനസ്സിലായത് ദൈവത്തിലാണെന്ന്. പക്ഷെ നീ തിരിച്ചറിഞ്ഞില്ല, ഇതെന്റെ സ്ഥലമാണ്, ഞാൻ സുവിശേഷം പറയേണ്ട വ്യക്തിയാണ്. നിനക്ക് ഇതുവരെ എന്തിട്ടില്ല, തോന്നിയിട്ടില്ല. ഈ ദിവസം ദൈവത്തിലൊക്കെ നമ്മെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? സുവിശേഷത്തിൽ എവിടെ നമ്മൾ ദൈവം അയക്കുന്നുവോ, അയക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഡ്രസ്സ് പ്രത്യേക വെളി വന്നിട്ട് നമ്മളെ അതുമായി ഒരുങ്ങി പോകുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ എവിടെയാണോ അത് സുവിശേഷത്തിന്റെ സുവിശേഷം പറയാനുള്ള മേഖലയായി നിങ്ങൾ. ഇതിന്റെ കൂടെ ബോംബെയിലുണ്ടായിരുന്ന സഹോദരനെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം CA പഠിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് ഓഫീസുണ്ട്. ആരെ ഓഫീസിൽ കയറി വന്നാൽ വഴി ചോദിക്കാൻ ആരെങ്കിലും കയറിയാൽ പോലും അദ്ദേഹം ഒരു ട്രാക്ട് എടുത്തിരിക്കും. അദ്ദേഹം പാസ്സൊന്നുമല്ല, പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് പറ്റിയത് അദ്ദേഹം ചെയ്യും. എനിക്കറിയാം BARC ബോംബെയിലെ ഒരു റിസർച്ച് സെന്ററാണ്. നമ്മുടെ BARC ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ, ന്യൂക്ലിയർ ബോംബിന്റെ ഒരു ഒഫീഷ്യലായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും റിസർച്ച് സെന്ററാണ്, കേന്ദ്ര സർക്കാരിന്റെ. അവിടുത്തെ ഒരു സയന്റിസ്റ്റ്, ഒരു അങ്കിൾ ഞങ്ങളുടെ കൂടെ ആരാധനയുണ്ടായിരുന്നു. അദ്ദേഹം നല്ല പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം നമ്മുടെ ഒരു ബൈബിൾ ഉണ്ടല്ലോ, ഗിഡിയോൺസ് ബൈബിൾ, അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കിപ്പോ എല്ലാ സ്കൂളുകളില് കിട്ടും, എല്ലാ ഹോട്ടലുകളില് അങ്ങ് പോകും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തെ പോലെ മനുഷ്യൻ നമ്മളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എന്താണ് മിറ്റത്ത് നമ്മൾ ചെയ്യുന്നില്ല, മിറ്റത്ത് നമ്മൾ ഇറങ്ങത്തില്ല. മാർക്കറ്റിൽ പോണെങ്കിൽ വേറെ ആരെങ്കിലും കിട്ടും, നമ്മൾ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിക്കും. ശ്രദ്ധിച്ചോ ദൈവമക്കളെ, നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയാനുള്ളതാണ്. ഓരോ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ജയിലുണ്ടാക്കി മാറ്റിയത്, സുവിശേഷത്തിന്റെ വിളനിലമാക്കി മാറ്റിയത്. എന്റെ വിഷയമൊന്നുമല്ല, പറഞ്ഞു വന്നുകൊണ്ട് പറയുക. എനിക്ക് ഈ പോയിന്റ്സ് പറയണം. പോയിന്റ്സ് ആണ് പ്രധാനപ്പെട്ട വിഷയം. വേർഡ്സിലേക്ക് ഞാൻ വന്നിട്ടില്ല. സോ ഞാൻ പറഞ്ഞു അർത്ഥം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? രക്ഷിക്കപ്പെടുത്തി. ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് പോർട്ട് ചർച്ച ചെയ്യുന്ന ഒരു സഹോദരൻ എവിടെ വന്നു? നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ക്രിസ്ത്യനെ വന്നു. നമ്മുടെ ഭാഷമാരുടെ സ്വഭാവമാണ് പറയുന്നത്. അപ്പോ ഞാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ വിശ്വാസത്തിലേക്ക് നടത്തി ഒന്ന് രക്ഷിക്കപ്പെടുത്തി വിചാരിച്ചു. ഉടനെ ഞാൻ എന്താ ചെയ്യേണ്ടി? പറഞ്ഞേ, ക്രിസ്ത്യനിലെ സഭയോട് ചേർത്ത് എന്ത് ചെയ്യണം? അവരെ അങ്ങനെ ചെയ്യേണ്ടേ? ക്രിസ്ത്യനെ സഭയോട് ചേർത്ത് കൊണ്ടുപോകാന്നുള്ളത് ആണ് നമ്മുടെ ഭാഷമാരൊക്കെ എന്ത് ചെയ്യുന്നത്. എന്നാൽ പൗലോസ് ചെയ്തെന്താ? പൗലോസ് പറയുന്നുണ്ട്, താഴെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ അതന്നെ എന്റെ എത്ര 13 വാക്യം വായിച്ച ബാക്കി 13 നിങ്ങൾക്ക് മനസ്സിലാവും എന്താ പറഞ്ഞത്. ആരെയാ? ഈ ജയിലിൽ കിടന്ന് രക്ഷിക്കപ്പെടുത്തിയ വ്യക്തിയെ പൗലോസിന്റെ കൂടെ നിർത്തുവാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് വിജയ് പാസ്റ്റർ എനിക്ക് സ്റ്റോക്ക് നിന്ന് കിട്ടിയ വ്യക്തിയെ കൂടെ നിർത്താനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ദൈവദാസനായതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ വിടുവോ? നമ്മളാണെ വിടുവോ? ഞാൻ പറയും, ഞങ്ങൾ രക്ഷിക്കപ്പെടുത്തി ഞങ്ങളുടെ ഇതിലാണ്, ഞങ്ങളുടെ സഭയില് നിൽക്കണമെന്ന് പറഞ്ഞത്. ഇതാണ് ഒരു ദൈവദാസനും വേഷമിട്ടതിനും തമ്മിലുള്ളതായ വ്യത്യാസം. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? മുറിവേൽപ്പിക്കാൻ പറഞ്ഞതല്ല, ഇതാണ് റിയൽ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടായിരിക്കുന്നത്. സ്വന്തം ഹല്ലേലൂയ. ശ്രദ്ധിക്കാം, അദ്ദേഹത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞ അവസാനം ഉണ്ടെങ്കിൽ പോലും ഉത്സവപ്പെട്ട് അവസാനിപ്പിക്കുകയല്ല.
അദ്ദേഹത്തെ വേറൊരു വ്യക്തി, അതായത് ആ വ്യക്തിയെ ഞാൻ എന്ത് ചെയ്യുക, വേറൊരാളുടെ കൂടെ അങ്ങോട്ട് അയക്കുകയാണ്. അതായത് രക്ഷിക്കപ്പെടുന്ന വ്യക്തി അവൻ മോഷ്ടാവാണ്, പല വിഷയങ്ങളിൽ പെട്ടവനാണ്, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ വേറൊരുത്തനെ കൂട്ടി എന്ത് ചെയ്യുക, അവനെ മടക്കി ഫിലോമോന്റെ ഭവനത്തിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ഒരു ദൈവദാസന്റെ കരുതൽ ആലോചിച്ച് നോക്കി, ഒരു ദൈവദാസന്റെ മനോഭാവം ആലോചിച്ച് നോക്കി. നമുക്കുണ്ടായിരിക്കേണ്ടത് ഈ മനോഭാവം. പലപ്പോഴും പൗലോസ് ഞാൻ പലരും ചിന്തിച്ചിട്ടുണ്ട്, ഈ പൗലോസ് ഞാൻ പറയുന്നത് എന്നെ കണ്ടുപിടിക്കുന്നു. പൗലോസിന്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ when we are studying the Paul's letters, we can understand that some of the areas he is mentioning like that, you have to learn from me, you have to learn from me. എന്നിൽ നിന്ന് പഠിക്കുക. ഞാൻ പലപ്പോഴും ഇത് എന്ത് യോഗ്യതയാണ് ദൈവത്തിന് പറയാൻ, കർത്താവല്ലേ പറയേണ്ടത് എന്ന് പഠിക്കാണ്. പക്ഷെ കണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് പുള്ളി പറയുന്നത്, നിങ്ങൾ എന്നെ കണ്ട്, അതാണ് എന്റെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. സ്വന്തം പറഞ്ഞ് നമ്മളെല്ലാം വിട്ടതല്ലേ, എല്ലാം വിട്ട് ഇറങ്ങി തിരിച്ചതല്ലേ, നമുക്ക് അവസാനമുള്ളത് ഈ പ്രാഗൽഭ്യം മാത്രമാണ്. അതും കൂടെ നഷ്ടപ്പെടുത്തരുത് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ പേരൻസിനെയും സഹോദരങ്ങളെയും നമ്മുടെ പിതാക്കന്മാരായി കൊണ്ടുവന്നതായ എല്ലാ ട്രഡീഷനെയും നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ വിനയപൂർവ്വം എനിക്ക് പറയാൻ അത്ര മാത്രമേ ഉള്ളൂ. ആ പ്രാഗൽഭ്യം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നിസ്സാര കാര്യത്തിന് വേണ്ടി എന്റെ സഭയിൽ ഒരാൾ കൂടും, ശ്രദ്ധിച്ചോണം, എന്റെ സഭയിൽ ഒരാളുടെ കൂടുമെന്നുള്ള ഒറ്റ കാരണത്താൽ നമ്മൾ എന്ത് ചെയ്യല്ലേ. കഴിഞ്ഞ ഞാൻ സഭയിൽ പോയി, അദ്ദേഹം ചെയ്തു, ദൈവം സഹായിച്ചു, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അടുത്ത് തന്നെയാണ് പലരുടെ പേര് നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഉടൻ ദൈവങ്ങൾ അദ്ദേഹം ഒത്തിരി പേരാണ് സഭ പറഞ്ഞു, 2 കുടുംബങ്ങൾ കൂടെ കർത്താവ് ഞങ്ങളുടെ ദൈവത്തിൽ തന്നു. 2 കുടുംബങ്ങൾ നോക്കിയപ്പോൾ 8 പേര് നേരത്തെ വെച്ചു. നമ്മളെല്ലാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സന്തോഷം, എനിക്ക് വളരെ സന്തോഷം തോന്നി. എഴുന്നേറ്റ് ദൈവത്തെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചു. കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇവര് ഇന്ന സഭയിലുള്ള ആൾക്കാരാണ്, ഇന്ന ദിവസം മുതൽ ഈ ആഴ്ച മുതൽ നമ്മോട് ചേർന്ന് ആരാധിക്കും. തൊട്ടപ്പുറത്തെ സഭയിൽ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നമ്മളും പൗലോസും തമ്മിൽ ഒത്തിരി ബന്ധമാണ്. നമ്മൾ അഭിനയിക്കുകയാണ് പലതും. അഭിനയം വേറെ, അനുഭവം വേറെ. ഇമിറ്റേറ്റ് ചെയ്യാം അല്ലെ, സിനിമ നടന്മാരൊക്കെ ആൾക്കാർ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് അല്ലേ, ഉണ്ടോ ഇല്ലയോ? അന്നൊന്നും പറഞ്ഞിട്ടില്ല ഭാഷ. വീട്ടിലോട്ട് ചെന്നാൽ ഒരു പയ്യനെ പറയായിരുന്നു, എനിക്ക് ഭാഷ മലയാളം ചർച്ച വന്നിട്ട് മലയാളം എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ ഏതോ കോമഡി ചാനലിലേക്ക് കളി, കോമഡിയുടെ ചാനലിൽ കാണും തലകുത്തി കിടന്ന് ചെയ്യുക, ചിരിക്കുക. എന്നാലും ഞാൻ ചർച്ച പ്രസംഗിക്കുന്നത് മലയാളം തന്നെയാണല്ലോ, ഇതൊന്നും തീരുന്നില്ലേ, മനസ്സിലാകത്തില്ല. അപ്പോ മനസ്സിലാണല്ലോ ഞാൻ പറഞ്ഞ സാരം മനസ്സിലായി, തെറ്റിദ്ധരിക്കാൻ പറഞ്ഞല്ല, സാരം മനസ്സിലായി. ഇപ്പോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥത്തിൽ മാത്രമേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്യണം, ഇമിറ്റേറ്റ് നമ്മുടെ വിശ്വാസം, നമ്മൾ വിശ്വാസിയാണെന്ന് ഇമിറ്റേറ്റ് പലരുടെയും വിശ്വാസങ്ങളൊന്നും ഞാൻ കണ്ടേക്കുന്ന ഒരു കാഴ്ച ഇമിറ്റേഷനാണ്. നമ്മുടെ സിനിമാ നടന്മാരെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമുഖന്മാരെ ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് പോലെ അത് റിയൽ ആണോ? അത് റിയൽ? നോ, they are imitating. അവർ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. സോ ആത്മീയ ജീവിതം ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യാനുള്ളതല്ല. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എന്താണോ അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ. എന്താണോ അത് തന്നെ നമ്മൾ ആണ്. റിയൽ എന്താണ്, ഞാൻ എന്താണ്, നിങ്ങൾ എന്താണ്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് കയറി വരുമ്പോൾ ആരും മൈൻഡ് ചെയ്യാതെ തല എന്താണ് വളരെ ഹെഡ് വെയിറ്റ് ഇട്ട് ഇരുന്ന് എന്ത് പ്രയോജനമാണുള്ളത്? ആ മസിലൊക്കെ അയച്ച് നിങ്ങളോടൊക്കെ ചിരിച്ച് ഒന്ന് സംസാരിച്ച് ഒന്ന് എന്താണ് സഹോദരന്മാർ തമ്മിൽ സഹോദരിമാരും തമ്മിൽ വിശുദ്ധിമൊക്കെ നൽകി കയ്യെ കൊടുത്ത് പിരിയുമ്പോൾ സന്തോഷം നമുക്കുണ്ടാകും. അതേസമയം ആരോടും മിണ്ടാതെ ഞാൻ ആത്മീയനാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ശാരീരികമായ ഒരു പ്രയാസം ഉണ്ടാകും, ആത്മീയമായി അതിന് ഗുണവും ഉണ്ടാകുന്നില്ല. അവിടെ നമ്മൾ തിരിച്ചറിയണം, വ്യാജ ഇമിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നതായ തിരിച്ചറിയൽ നമുക്ക് ഉണ്ടാകണം. അതുണ്ടാകുമ്പോൾ മാത്രമേ യഥാർത്ഥ ആത്മീയത നമ്മൾ തിരിച്ചറിയാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇദ്ദേഹത്തെ വേറെ കൂടെ ഇവിടെ തിരിച്ചു വിട്ടു. ഫിലോമോന്റെ ഭവനത്തിലേക്ക് ആര് വിട്ടു? പൗലോസ്
വിടുന്ന ഭാഗമാണ്. അങ്ങനെ അതിനെപ്പറ്റി പറയുന്ന പുസ്തകമാണ് ഈ പുസ്തകം. ഇദ്ദേഹം വീട്ടിൽ വരുന്നതും കൂടെ ആ സ്റ്റോറി എന്ത് ചെയ്യുക ശ്രദ്ധിച്ചു. അതിന് 25 വാക്യങ്ങൾ മാത്രമല്ല, അതിന്റെ 25ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ പറഞ്ഞ ആ പുസ്തകം അവസാനിപ്പിച്ചു. അവിടെ മറ്റു സ്റ്റോറി ഒന്നുമില്ല. ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ചില പോയിന്റ്സ് എന്നോട് പറയാനാണ് ഇന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത്. എന്റെ സമയത്തിന്റെ ഇതിൽ തന്നെ ഞാൻ ഇരുന്നോളാം. നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന അധികം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒന്നാമതായിട്ട് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഫോർഗീവ്നെസ്. എന്താണ്? എല്ലാവരും ചേർന്ന് പറഞ്ഞേ. കുഞ്ഞുങ്ങൾ പറഞ്ഞേ, കുഞ്ഞുങ്ങൾ മാത്രം. നമ്മുടെ സ്ട്രെങ്ത് നിങ്ങളല്ലേ സ്ട്രെങ്ത് നമ്മുടെ പേരൻസ് പറഞ്ഞേ. ഫോർഗീവ്നെസ് പറഞ്ഞേ. നമ്മുടെ ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് ചോദിച്ചാൽ നാം പറഞ്ഞേ ഫോർഗീവ്നെസ്. ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ forgiveness എന്ന് പറഞ്ഞാൽ what do you mean by forgiveness? Forgiveness. Exactly. മറ്റുള്ളവർ നമ്മളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നാം മറ്റുള്ളവരോട് ചെയ്തിട്ടുണ്ട് ശ്രമിച്ചോണം. നമ്മളെല്ലാവരും ക്ഷമിക്കും അല്ലേ? മറ്റുള്ളവർ നമ്മളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്ഷമിക്കും. നാം മറ്റുള്ളവരോട് ചെയ്തതൊക്കെ നമ്മൾ ക്ഷമിക്കുമോ? ക്ഷമിക്കണം ദൈവം. മറ്റുള്ളവർ ചെയ്തതും ക്ഷമിക്കണം, നാം ചെയ്തതും ക്ഷമിക്കണം. അതായത് ഞാൻ മറ്റുള്ളവരോട് ചെയ്തത് ക്ഷമിക്കണമെന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായിരുന്നു. അതായത് നമ്മുടെ പേഴ്സണൽ ഗുണത്തിന് വേണ്ടി നാം പലപ്പോഴും പലരെയും ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊരിക്കലും നാം സമ്മതിക്കുക. അത് റെക്കഗ്നൈസ് ചെയ്ത് ദൈവസന്നിധിയിൽ ക്ഷമ പ്രാപിക്കും. ആ വിഷയത്തിലേക്ക് വരാം. ഈ അക്നോളജ്മെന്റ് ഓഫ് റോങ്, അക്നോളജ്മെന്റ് ഓഫ് അല്ലേ എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് എന്ത് ചെയ്യുക? തിരിച്ചത് അക്സെപ്റ്റ് ചെയ്യും. അതാണ് ക്ഷമയെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നത് എനിക്കറിയാം. അല്പം കഠിനമാണെങ്കിൽ പോലും വളരെ സിമ്പിളാണ് കാര്യം. അന്നത്തെ ലളിതവുമായാണ് ഞാൻ പറയുന്നത് അല്ലേ? വളരെ സിമ്പിളായിട്ട് പറയുന്നത്. ഒന്നാമതായിട്ട് പുസ്തകം പഠിപ്പിക്കുന്ന കാര്യമാണ് അക്നോളജ്മെന്റ് ഓഫ് പറഞ്ഞേ അക്നോളജ്മെന്റ് ഓഫ് റോങ്. അതായത് ഈ തെറ്റാണെന്നുള്ളതായ ചിന്താഗതി ആർക്കുണ്ടായി? അതായത് ഞാൻ ചെയ്തത് തെറ്റാണ്. ആർക്കവിടെ നമ്മൾ ഈ പുസ്തകമൊക്കെ പഠിച്ചിട്ട് അവസാനം ചില ക്വസ്റ്റ്യൻ വരുമല്ലോ അല്ലേ? പുസ്തകമൊക്കെ വായിച്ചിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ആർക്കാണ് തെറ്റാണ്, ഞാൻ ചെയ്തത് തെറ്റാണ് എന്നൊരു ബോധം ഉണ്ടായെന്ന് ചോദ്യം വന്നാൽ അവിടെ നമ്മൾ പൂരിപ്പിക്കേണ്ട ആൻസർ ഏതാ? ആരാണ് തെറ്റ് ചെയ്തത്? ഒനേസിമോസ് തെറ്റ് ചെയ്തത് കൊണ്ട് അവിടെ കുറ്റബോധം ഉണ്ടാകേണ്ടത് ആർക്കാണ്? ഒനേസിമോസിന് തന്നെയാണ്. അത് മനസ്സിലാകുമ്പോ അപ്പോൾ എന്താണ് ഈ മെസ്സേജ് അല്ലെങ്കിൽ പൗലോസ് കാരാഗ്രഹത്തിൽ വെച്ച് പാസ് ചെയ്ത മെസ്സേജ് ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റി? ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഈ മെസ്സേജ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. പൗലോസ് ഷെയർ ചെയ്ത മെസ്സേജ് ആര് ഉൾക്കൊണ്ടു? ഒനേസിമോസ് ഉൾക്കൊണ്ടു. ആ ഉൾക്കൊണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ജനനം സംഭവിച്ചു. ശ്രദ്ധിച്ചോണേ, പല വിഷയങ്ങൾക്കും ജനനം നടക്കാത്തത് അല്ലെങ്കിൽ ചില വിടുതൽ നടക്കാത്തതിന്റെ കാര്യം വചനം വേണ്ട രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് പകൽ ഈ വിശുദ്ധ സഭായോഗമുള്ള മണ്ഡലത്തിൽ വിശുദ്ധ തിരുവചന ഭാഗം വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുവാൻ നിങ്ങൾ തയ്യാറായാൽ ചില ജനനങ്ങൾ, ചില വിടുതലുകൾ നടക്കുവാനൊക്കെ നമ്മുടെ സ്തോത്രം. ചില ഫാൾസ് പ്രോമിസസ് കൊടുക്കാറുണ്ട്. പല പ്രസംഗ സ്ഥലങ്ങളിലും ഒക്കെ ഫാൾസ് തെറ്റാണ് ജനങ്ങൾക്ക് തെറ്റായ വാഗ്ദത്തങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നില്ല. എങ്ങനെ ലഭിക്കും? നീ ക്ഷമിക്കണം, ഉൾക്കൊള്ളണം. ഞാൻ പറഞ്ഞു ഇവിടെ എന്താണ്, ഞാൻ തെറ്റുകാരനാണ് എന്നൊരു ബോധം ഇല്ലാതെയാണ്. ഞാൻ ഒരു അടിമയായിരുന്നു, എനിക്ക് കാശില്ലായിരുന്നു, ഉള്ളവന്റെ ചെറുത് ഞാൻ എടുത്തു. മനസ്സിലായോ? ഞാൻ അടിമയായിരുന്നു, എന്റെ കാശില്ലായിരുന്നു, ഉള്ളവന്റെ കയ്യിൽ നിന്ന് ചെറുത് ഞാൻ എന്ത് ചെയ്തു? എടുത്തു. അത് തെറ്റെന്താണെന്ന് ചിന്തിക്കുന്ന ആളാണ് ഈ ഒനേസിമോസ് എങ്കിൽ തന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കോ? നടക്കത്തില്ല.
അതേസമയം അദ്ദേഹത്തിനൊരു തിരിച്ചറിവുണ്ടായി, ഐ ആം എ സിന്നർ. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഒരു പാപിയാണ് എന്ന്. ആലയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ചിരിച്ച് അട്ടഹസിച്ചല്ല വരേണ്ടത്. എന്തെന്നറിയോ? ആലയത്തിലേക്ക് നമ്മൾ വരേണ്ടത് കുറ്റബോധമുള്ളവനായിട്ടാണ്. ഈ ആലയത്തിലേക്ക് കുറ്റബോധമുള്ളവനായി കടന്നു വന്നെങ്കിൽ മാത്രമേ കണ്ണുനീര് നമ്മുടെ ഉള്ളിൽ നിന്ന് വരത്തുള്ളൂ, അല്ലേ? ഒരു വിടുതൽ സംഭവിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും, ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും പലവിധമായ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരാണ്, അല്ലേ? എല്ലാവരും തൃപ്തി പ്രാപിച്ച് ആരെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ വിടുതൽ ആവശ്യമുള്ളവരെ ഈ കൂട്ടായ്മയ്ക്കകത്തുണ്ട്. ഇതിന്റെ അകത്ത് എന്താണ് വിടുതൽ ആഗ്രഹിച്ചാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന ഘടകം ഇതാണ്: നിങ്ങൾ എങ്ങനെയുള്ളവരായി തീരണം. നിങ്ങൾ സ്വയമായിട്ടൊന്ന് തിരിച്ചറിയണം. അപ്പാ, ആ മുടിയ പുത്രൻ പറഞ്ഞില്ലേ, അപ്പാ ഞാൻ സ്വർഗത്തോടും അപ്പനോടും എന്ത് ചെയ്തു? പാപം ചെയ്തു, കുറ്റം ചെയ്തിരിക്കുകയാണ്. അവൻ ഇതാണ് സുബോധം വന്നതുകൊണ്ട് അവന്റെ ഭവനം തിരിച്ചു കയറാൻ പറ്റും, അല്ലെ? അപ്പന്റെ ഭവനത്തിൽ കയറണമെങ്കിൽ, അപ്പന്റെ ഭവനത്തിൽ കയറണമെങ്കിൽ, തിരിച്ചു കയറണമെങ്കിൽ എന്ത് വേണം? ഒരു കുറ്റബോധം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞാൽ ഈ ആലയത്തിൽ പങ്കെടുക്കുമ്പോൾ, നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, ദൈവമേ ഇതേ വിഷയം എന്നോടായിരുന്നല്ലോ ഇടപെട്ടത് എന്ന് ഓർത്ത് ചെയ്യണം. ദൈവസ്ഥലത്തിൽ നെടുമ്പാട് വീണ് കരയുവാനും അത് ക്ഷമിക്കണം, അല്ലെങ്കിൽ ദൈവമേ ക്ഷമിക്കണമേ എന്ന് കരയുവാൻ പാപിയായ മനുഷ്യൻ കർത്താവിനെടുക്കൽ വന്നല്ലേ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വേറൊരുത്തരും ദൈവസ്ഥലത്തിലേക്ക് കടന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരീക്ഷനായ മനുഷ്യൻ ധനികനായ മനുഷ്യനും വന്നു, അല്ലെങ്കിൽ ഒരു പരീക്ഷനായ മനുഷ്യനും വന്നു, ഒരു പാപിയായ മനുഷ്യനും വന്നു. രണ്ടുപേരുടെ പ്രാർത്ഥന തുടങ്ങി, അല്ലെ? ചൈത്ത് കൊടുക്കുന്നവനാണ്, ഉപവാസ പ്രാർത്ഥന മുടക്കാത്തവനാണ്, സമാജത്തിൽ പോകുന്നവനാണ് ആര്? പരീക്ഷൻ, അല്ലേ? അല്ലേ? പരീക്ഷന്മാരെല്ലാം ചെയ്യുന്നവരാ. ഒറ്റയാഴ്ച ആരാധന ചെയ്തില്ല, മുടക്ക്. അപ്പുറത്തേക്കുന്ന മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ പാപിയാണ്, പ്രാർത്ഥനയ്ക്കും പോകത്തില്ല, ആരാധനയ്ക്കും പോകത്തില്ല, പാസ് വിളിച്ചാൽ 100 കൂട്ടം കാര്യങ്ങളും കള്ളങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറും, അല്ലെ? ശ്രദ്ധിച്ചോണം. ആ മനുഷ്യൻ ആലയത്തിന്റെ അകത്തില്ല, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആലയത്തിൽ കടന്നു വന്നിട്ട് ഒറ്റ പ്രാർത്ഥനയായിരുന്നു. താൻ ദൈവസന്നിധിയിൽ സ്വർഗത്തോട്ട് പോലും നോക്കുവാൻ തുനിയാതെ, അല്ലെങ്കിൽ തുനിയാതെ പറഞ്ഞാൽ മുകളോട്ട് നോക്കാൻ പറ്റാഴിയൊന്നുമില്ല, പെടലേക്ക് അസുഖമൊന്നുമില്ല. പക്ഷേ കുറ്റബോധം കൊണ്ട് ഒന്ന് മുകളോട്ട് പോലും നോക്കുവാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞു. രണ്ടുപേരുടെയും പ്രാർത്ഥന കഴിഞ്ഞു. അവര് ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അതിൽ ഒരുത്തൻ നീതീകരിക്കപ്പെട്ടവനായി പോയി. അത് ഉപസിച്ചവനും പ്രാർത്ഥിച്ചവനും ടൈറ്റ് കൊടുത്തവനും അല്ല പോയത്. പിന്നെ പാപിയായ മനുഷ്യനാണ്, അല്ലെങ്കിൽ അവൻ എന്താണ് നീതീകരിക്കപ്പെട്ടവനായി പോവാന്നൊക്കെ പറഞ്ഞ ഇവിടെയാണ്. ശ്രദ്ധിച്ചോണം. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ ഞായറാഴ്ച ഞാൻ പങ്കെടുക്കുന്ന വിഷയമാണ്. ദൈവസന്നിധിയിൽ വിശ്വസ്തതയുള്ളവരും നേരുള്ളവരും മാനസാന്തരപ്പെട്ടവരും വരും, ആലയത്തിന് വരും. പക്ഷേ വരുന്നവൻ എങ്ങനെ വേണം? അവൻ പൂർണ്ണ ഹൃദയത്തോടെ കടന്നു വരണം, പൂർണ്ണ ഹൃദയത്തെ ആരാധിക്കണം. ആ പാപിയായ മനുഷ്യൻ കരുതുപോലെ ദൈവസന്നിധി കരയുവാനും പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനൊക്കെ പറഞ്ഞിടയായി. ഒന്നാമത് ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താണ്? അക്നോളജ്മെന്റ് ഓഫ് റോങ്, അല്ലെങ്കിൽ ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ പോയിന്റ്സ് പറയുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർഗീവ്നെസ് ആണ്. ആദ്യം ഫോർഗീവ്നെസ്. ഫോർഗീവ്നെസിന്റെ സബ് പോയിന്റ് ആണ് എന്താണ് ഫോർഗീവ്നെസ് എന്ന് പറയാൻ വേണ്ടി സബ് പോയിന്റ് പറഞ്ഞതാണ്. എന്താണ് അക്നോളജ്മെന്റ് ഓഫ് റോങ് എന്ന് പറഞ്ഞത്. അതിന്റെ സെക്കൻഡ് സബ് പോയിന്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ നീരസം മാറ്റി വെക്കുന്നില്ല. നീരസം മാറ്റി വെക്കുക. ചേർന്ന് നീരസം മാറ്റി വെക്കുക പറഞ്ഞേ, നീരസം മാറ്റി വെക്കുക, നീരസം മാറ്റി വെക്കുക, അല്ലെ? നമുക്ക് ആരോടൊക്കെ ഈ സത്യം അറിയില്ല. നിങ്ങൾ എന്നോട് പറയണ്ട, ഇവിടെ എഴുതുന്ന സാക്ഷ്യം പറയാൻ വേണ്ട. ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ എത്ര പേരോടൊക്കെ നമുക്ക് നീരസമാണ്. സഭയിലുള്ള നമ്മുടെ കാര്യമല്ല പറയുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത്, നമ്മുടെ കുടുംബത്തിന്റെ അകത്ത്, നമ്മുടെ ഭർത്താവിന്റെ വീട്ടില്, ഭാര്യയുടെ വീട്ടില്, കൂടെ ജോലി ചെയ്യുന്നവരുടെ ഇടയില് എത്ര പേർക്ക് നമുക്ക് നീരസമുണ്ട്, അല്ലെ? നാം വചനം പഠിപ്പിക്കുന്നു. ഈ നീരസം മാറ്റി വെക്കുന്നതിനെയാണ് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. ഞാൻ പറയാൻ ഇവിടെ നീരസം ആർക്കുണ്ട്? നമ്മുടെ പോഷകമാണ്. നീരസം ആർക്കുണ്ട്? എന്റെ വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചുകൊണ്ട് പോയ വ്യക്തിയോട് എനിക്കെന്തുണ്ട്? നീരസം ഉണ്ട്. ഇല്ലാതിരിക്കുക. നമ്മളെ കണ്ടാൽ രക്ഷിക്കപ്പെട്ടവനൊക്കെ നമ്മൾ പറയും പണ്ടായിരുന്നു ഞാൻ ചെയ്തത്. അത് പ്രതികരിക്കാൻ പറ്റാത്ത 4 കൈയും കാലും കെട്ടിയിട്ട മനുഷ്യനാണല്ലോ. എങ്ങനെ? അപ്പോൾ അവസാനത്തെ നമ്മുടെ പറച്ചിലാണ് എന്താണ്? പണ്ടായിരുന്നെങ്കിൽ, അല്ലേ? മറിച്ച് എന്റെ അർത്ഥം എന്താ? അത്രക്ക് രോക്ഷം നമ്മുടെ ഉള്ളില് അവനെ കുറിച്ചുണ്ടെന്നാണ്. നീരസം ചെയ്യണം.
മാറ്റിവെക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വൈഫൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ ജീവിതത്തിൽ പലരെയും സഹായിക്കാൻ ദൈവത്തോട് നടത്തിയിട്ടുണ്ട്. ഈ അടുത്തുള്ള രണ്ട് ഇൻസിഡന്റ് ഉണ്ടായി. എന്താണ് തുറന്ന് ഞാൻ പറയുന്നില്ല വിഷയം. പക്ഷേ നീരസം മാറ്റി വെക്കണം. ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തു? പറഞ്ഞു. ഞാൻ രുചിയോട് സംസാരിച്ചു, നമുക്ക് നീരസം പാടില്ല. ഒരിക്കലും ചിന്തിക്കാനും നനയ്ക്കുവാനും കഴിയാത്ത രണ്ട് ഇൻസിഡൻസ്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായ വിഷയത്തിൽ ഇടപെട്ടു. അത്രയും പറഞ്ഞു. ലൈവാണ് ഞാൻ പറയുന്നത്. ലൈവായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ്, നിങ്ങൾ ദൈവത്തിലാണോ? നിങ്ങൾ ദൈവത്തിലാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയും, നിങ്ങൾ ചെയ്തത് ശരി, നിങ്ങൾ ചെയ്തത് തെറ്റ്. ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഒരു തീരുമാനത്തോടുകൂടെ മാത്രമേ നിങ്ങളിടുന്ന് മടങ്ങി പോകാവൂ. എൻ്റെ ജീവിതത്തിൽ ആരോടെങ്കിലും നീരസം ഉണ്ടെങ്കിൽ ആ നീരസം ഞാൻ എന്ത് ചെയ്യും? മാറ്റും. ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കും. അല്ലെങ്കിൽ ഇത് ന്യായവിധിക്ക് ഹേതുവായിട്ട് മാറും. കാരണം കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ മെസ്സേജ് ഇന്ന് ഇവിടെ ചെയ്യുന്നത്, ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്ക് വേറെ എത്രയോ ഞാൻ വായിച്ച സങ്കീർത്തനം എത്രയോ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമായിരുന്നു. ഞാൻ വായിച്ച സങ്കീർത്തനം എത്ര സങ്കീർത്തനം കേട്ടില്ല? കുഞ്ഞിനെന്ന് പറഞ്ഞ എത്ര സങ്കീർത്തനം പറഞ്ഞാൽ വായിച്ചത് ഉറക്കെ എവിടെ നോക്കിയാൽ കേൾക്കുന്നുള്ളൂ. ഏതാണ് വായിച്ചേ? ചോഞ്ചി. എത്ര മൂന്ന് വായിച്ചേ? ചോഞ്ചി. അപ്പോ ആ സങ്കീർത്തനം എത്ര അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം. അതിന്റെ അവസാനത്തെ വാക്യങ്ങൾ പ്രസംഗിക്കാൻ പോയാൽ സൂപ്പർ പ്രസംഗം കിട്ടും. അതിന്റെ ഞാൻ വായിച്ചു കേൾപ്പിക്കും. എത്ര സങ്കീർത്തനം അതിന്റെ അവസാനത്തെ വാക്യം വായിച്ചു. മുമ്പേ ഞാൻ വായിച്ച ചില കുതിരകളിലും ചില രഥങ്ങളിലും ചില കുതിരകളും ചെയ്യുന്നു, ആശ്രയിക്കുന്നു. ഞങ്ങളോ എന്ത് ചെയ്യുന്നു? ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ച എത്ര പേരുടെ പ്രസംഗം എടുത്ത് പ്രസംഗിക്കാൻ അറിയാമോ? ഒന്നാമത്തെ യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് എത്തിയട്ടെ, ഉത്തരമള്ളുവാറാകട്ടെ. അല്ലെ, കർത്താവ് കഷ്ടകാലത്ത് ഉത്തരമള്ളുന്നവനാണ് എന്നുള്ളതായ മെസ്സേജ് എനിക്ക് എന്ത് ചെയ്യാം? വേദപുസ്തകത്തിൽ കഷ്ടതയിലൂടെ കടന്നുപോയ എത്രയോ ഭക്തന്മാർ, അവരെ കുറിച്ച് എനിക്ക് വിവരിക്കാം. പക്ഷെ അതെല്ലാം മാറ്റി വെച്ച് ഞാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ ദൂത് കൈമാറുന്നതിന് പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഈ ദൂത് കൈമാറുന്നത്. സ്വന്തം അതുകൊണ്ട് നമ്മുടെ സകല നീരസങ്ങളെയും മാറ്റി എന്ത് ചെയ്യണം? നമ്മൾ ദൈവസന്നിധിയിൽ മുന്നേറുവാനൊക്കെ നമ്മുടെ യാത്രയാണ്. ശ്രദ്ധിക്കണമേ. ഇവിടെ പറയുന്ന ഭാഗം ഒന്ന് ഞാൻ പറഞ്ഞു, എന്താണ്? അക്നോളജ്മെന്റ് ഓഫ് റോങ്, തെറ്റാണെന്നുള്ളതായ ബോധ്യം നമുക്ക് ഉണ്ടാകും. രണ്ട്, എന്താ പറഞ്ഞത്? നീരസം. ചില സബ്പോയിന്റ് എന്തിന്റെ ഫൊർഗീവ്നെസിന്റെ സബ്പോയിന്റ് ആണ്. ഒന്ന് അക്നോളജ്മെന്റ് ഓഫ് റോങ്, രണ്ട് നീരസം എന്ത് ചെയ്യുക? മാറ്റി വയ്ക്കുക. എന്തെങ്കിലും നീരസം ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക. മൂന്ന്, അതായത് സബ്പോയിന്റിൽ മൂന്നാമത്തേത് ബന്ധങ്ങളുടെ പുനഃസ്ഥാപനം. ബന്ധങ്ങളുടെ നിങ്ങൾ ഇവിടെ ബന്ധങ്ങളുടെ പുനഃസ്ഥാപനം ഉണ്ടായോ? നിങ്ങൾ പറയാം. ഞാൻ അല്ലെങ്കിൽ ഞാൻ അവസാനിപ്പിക്കും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. ബന്ധങ്ങളുടെ പുനഃസ്ഥാപനം ഈ പുസ്തകത്തിൽ, ഈ സംഗീതത്തിലല്ല, ഫിലോമോനിൽ ഉണ്ടായോ? എങ്ങനെ ഉണ്ടായോ? പറഞ്ഞേ. നിങ്ങൾ പ്രസംഗിക്കാൻ കേൾക്കാം. പറഞ്ഞേ, പറ. ബന്ധങ്ങളുടെ പുനഃസ്ഥാപനം. നഷ്ടപ്പെട്ടു പോയത് തിരിച്ച് ഭവനത്തിലേക്ക് വന്നു. ആരാ നഷ്ടപ്പെട്ടു പോയത്? ഒനേസിമോസ് നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തെ എന്ത് ചെയ്തു? ഫിലോമോന്റെ ഭവനത്തിലേക്ക് ദൈവദാസന്മാർ മുഖാന്തരമായിട്ട് എന്ത് ചെയ്തു? ലഭിച്ചു. ശ്രദ്ധിച്ചോണം, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ നമുക്കുണ്ടെങ്കിൽ ബന്ധങ്ങൾ മുറിയപ്പെടുകയല്ല, ബന്ധങ്ങൾ എന്ത് ചെയ്യും? ചേർക്കപ്പെടും. നമുക്ക് ഇന്ന് ഈ നൂറ്റാണ്ടിൽ ഇല്ലാതെ പോകുന്നത് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ കുറവുകളാണ്. എന്താണ്? നിന്നെ എന്തെങ്കിലും ചെയ്താൽ നീ അപ്പുറം ചെയ്യണമെന്ന് പറഞ്ഞ ആൾക്കാരാ അല്ലേ? പക്ഷെ വചനം പഠിപ്പിക്കുന്നത് എന്താ? ദൈവജനം പഠിപ്പിക്കുന്നത് എന്താ? ബന്ധങ്ങളുടെ പുനഃസ്ഥാപനം. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ, വസ്തുവിന്റെ പേരിലും പണത്തിന്റെ പേരിലും അല്ലേ, സ്നേഹക്കുറവിന്റെ പേരിലും സ്നേഹ കൂടുതലിന്റെ പേരിലും ഒക്കെ സംഭവിച്ച ബന്ധങ്ങൾ എന്ത് ചെയ്യണം? നീ ദൈവവേദനാണോ? ദൈവത്തിന്റെ മകനെന്ന് അവകാശപ്പെടുന്നോ? പെന്തക്കോസ്തുകാരനാണെന്ന് അഭിമാനിക്കുന്നോ? അഭിമാനിക്കുന്നെങ്കിൽ എന്താണ് നമുക്ക് പറ്റിയ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രസംഗം കൂടുതലും ജീവിതം കമ്മിയുണ്ട്. We preach lot, we practice
ലെസ്. പ്രസംഗം എന്നെ കണ്ടില്ല, എന്നെ തന്നെ കണ്ടില്ല, പ്രസംഗത്തോട് പ്രസംഗം. പക്ഷെ മാക്സിമം ഞാൻ പ്രാക്ടിക്കൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ അങ്ങനെ എന്ത് ചെയ്യും, അത് നമുക്ക് നഷ്ടമുണ്ടാകുമോ ലാഭം ഉണ്ടാകുമോ ഒന്നും വിഷയമല്ല. എനിക്കറിയാം എനിക്ക് ലാഭം നഷ്ടമേ ഉണ്ടാകത്തുള്ളെന്ന്. ഈ പറഞ്ഞ 2 കേസിലും എനിക്ക് നഷ്ടമേ ഉണ്ടാകുന്നത് എനിക്ക് അറിയാം. എങ്കിലും വചനം പഠിപ്പിക്കുന്നത് എനിക്ക് താൽക്കാലികമായി നഷ്ടമുണ്ടായെന്ന് എനിക്ക് തോന്നിയാലും എൻ്റെ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ഞാൻ നിൽക്കുന്നത് കൊണ്ട് അതൊരിക്കലും നഷ്ടമായിട്ട് എനിക്ക് ഭവിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ നിങ്ങളോട് എതിരേറ്റ് ആരെങ്കിലും ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്താൽ പോലും നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിച്ചാൽ ഒരിക്കലും അവരെ എല്ലാ നാളും ഒരു പ്രിക്കിനെസ് അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, എനിക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾക്കും ഉണ്ടാകും, ഒരു സംശയം. അതുകൊണ്ട് ഒരു മടിയുമില്ലാതെ പരസ്പരം എന്ത് ചെയ്യണം, ആദ്യം പറഞ്ഞതുപോലെ തെറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ തെറ്റുകൾ എന്ത് ചെയ്യണം, പറഞ്ഞോ, റെക്കഗ്നൈസ് ചെയ്യണം, അതൊന്ന് മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് പറഞ്ഞെന്താണ്, നീരസം എന്ത് ചെയ്യണം, മാറ്റിവെക്കണം. ഓക്കെ, മൂന്നാമത് ഞാൻ ഇപ്പൊ പറഞ്ഞത് ബന്ധങ്ങൾ എന്ത് ചെയ്യണം, പുനഃസ്ഥാപിക്കണം. അവിടെയാണ് നമ്മൾ റിയൽ ക്രിസ്ത്യൻ ആണ് എന്ന് നമ്മൾ തെളിയിക്കേണ്ടത്. ഇപ്പൊ സഭകളൊക്കെ പിന്നിച്ചതിന്റെ പേരിലും നമുക്കറിയാമല്ലോ, പല പേരുകൾ സഭകളുടെ പേര് പറഞ്ഞില്ല, സഭകളൊക്കെ പിന്നിച്ചതിന്റെ പേരിൽ റോഡിൽ കിടന്നൊക്കെ നാട്ടിൽ കിടന്ന അല്ലേ ഒരാളെ ഉണ്ടാകുകയും ഭക്ഷണം ചെയ്യും. നല്ല ദൈവമക്കളാണോ, നല്ല ദൈവദാസന്മാരാണോ, നിങ്ങൾ എന്ത് ചെയ്യണം, ബന്ധങ്ങൾ പിന്നിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത്. അവരെ കുറ്റം പറയുന്നത് അതിനേക്കാളും വലുത് നമ്മളാണ് നടക്കുന്നത് അല്ലേ. നല്ല ദൈവദാസന്മാരാണോ, നല്ല ദൈവമക്കളാണോ, കരത്തോട് ചേർത്ത് അല്ലേ. നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ, ഒരപ്പത്തിന്റെ അംശീയ ഒരപ്പന്റെ മക്കളാണ്. അങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? ആണെങ്കിൽ നീ പഠിപ്പിക്കുന്നതാണെങ്കിൽ വേദപുസ്തകത്തിന്റെ ഉപദേശം എങ്ങനെയാണെങ്കിൽ നാം അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുവാൻ നമ്മൾ സാധിക്കണമെന്നുള്ളത്. സ്വന്തം ഹല്ലേലൂയ. രണ്ടാമത്തെ മെയിൻ പോയിന്റ്, ആദ്യത്തെ മെയിൻ പോയിന്റ് എന്തായിരുന്നു? മെയിൻ പോയിന്റ് ഫോർഗീവ്നെസ്. രണ്ടാമത്തേത് യൂണിറ്റി ഇൻ ക്രൈസ്റ്റ്. യൂണിറ്റി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നമ്മൾ എന്താണ്, ഐക്യതയുള്ളവരായിരിക്കുക. ക്രിസ്തുവിൽ നാം ഒന്നാണ്, ക്രിസ്തുവിൽ നാം ഒന്നാണ്. ഇവിടെ ആ ദൂത് വെളിപ്പെടുന്നുണ്ടോ? പ്രവാചകന്മാരൊക്കെ പറയുന്ന ഭാഷ, ആ ദൂത് വെളിപ്പെടുന്നുണ്ടോ? ഇവിടെ ക്രിസ്തുവിൽ ഒന്നാണെന്ന് വെളിപ്പെടുത്തിയോ? ഞാൻ മുമ്പേ പറഞ്ഞു, ഒനേസിമോസ് ആരാന്നാ പറഞ്ഞേ? He was a slave. അല്ലേ? സ്ലേവ് ആയിരുന്നല്ലോ. ഇദ്ദേഹത്തെ ഈ സ്ലേവായ വ്യക്തിയെ അപ്പോൾ നമ്മുടെ ഫിലോമോന്റെ ദൈവത്തിലാണ് ചുരുക്കി പറഞ്ഞ ഒരു മുക്കാൽ പാസ്റ്ററുമാണ്, 75% പാസ്റ്ററുമാണ്. ആര്? ഫിലോമോൻ. അദ്ദേഹത്തിന്റെ വീട്ടില് അടിമയായിട്ട് ആരുണ്ടായിരുന്നു? പക്ഷെ അന്നേരവും ഈ വെളിപ്പാട് കിട്ടിയിട്ടില്ല. ഏതാ? യൂണിറ്റിന്. നമ്മുടെ ദൈവമക്കളാണെങ്കിലും പ്രാർത്ഥിക്കെങ്കിലും അന്യഭാഷ പറയുമെങ്കിലും പല വെളിപ്പാടുകൾ നമുക്ക് എന്നിട്ടില്ല, കിട്ടിയിട്ടില്ല. ഇപ്പോഴും വെളിച്ചം, നാട്ടിൽ പറയാം ബൾബ് എത്തിയിട്ടില്ലെന്ന് പറയാം, എന്ന് അതുപോലെ ഇപ്പോഴും വെളിച്ചം വന്നിട്ടില്ല നമുക്ക്. സ്തോത്രം. നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണ്. ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ ആൾക്കാർക്ക്. ക്രിസ്തുവിൽ ഒന്നാണ്. ജാതിയുടെയും വർഗത്തിന്റെയും വംശത്തിന്റെയും പേര് പറഞ്ഞ് അല്ലേ ഇപ്പൊ തന്നെ ഇവിടെ നടക്കുന്നതെല്ലാം വിഷയങ്ങളാണ്. അതോടൊപ്പം തന്നെ പണത്തിന്റെ പണക്കാരൻ പാവപ്പെട്ട, ഞാൻ പണ്ടൊരു സഭയിലാകുന്നത് ഓർക്കുന്നുണ്ട്, ഈസ്റ്റുകാരെല്ലാം കൂടെ ഒരു സൈഡ്, വെസ്റ്റുകാരെല്ലാം കൂടെ വേറെ സൈഡ്, കുറച്ചു പേരും കമ്മിറ്റിക്കാരെല്ലാം കൂടെ ഒരു സൈഡ്, സെക്രട്ടറി കുറച്ച് ആൾക്കാരും വേറെ സൈഡ്, കുറച്ച് പേര് പാസ്റ്ററുടെ സൈഡ്. ഞാൻ അതിന് ഈ കർത്താവിന്റെ സൈഡ് മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാ സൈഡും ഇല്ലാത്ത ഒറ്റയൊരെണ്ണം സ്വർഗത്തിൽ പോകുന്നത്. ഇവിടെ എല്ലാം ഇന്ന് കർത്താവ് വന്നാൽ പോകുന്നവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? കൈ ഉയർത്തി ആമേ സ്തോത്രം മാറാനാഥ എന്ന് പറയുന്നത്. കർത്താവേ, എന്ത് മാറാനാഥ? മീനിങ് ഓഫ് മാറാനാഥ ഞാൻ ഇപ്പൊ സംസാരിക്കുക കണ്ട് സഹായവും കഴിഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ അപ്പച്ചന്മാരൊക്കെ പറഞ്ഞ പദമാണ് മാറാനാഥ. കർത്താവേ വരേണമേ, വേഗം നമ്മൾ ചേർത്ത കർത്താവേ വരേണമേ
എന്നുള്ളതായ മറക്കല്ല കേട്ടോ. പ്രൈസ് മാത മാത നാഥ സ്തോത്രം ഹല്ലേലൂയ. സോ മാതാനാഥനൊക്കെ പറയുമെങ്കിലും ഇവിടുന്ന് ഇരിക്കുന്ന ഇരിപ്പല്ലാതെ വേറോടൊന്നും ചെയ്യുന്നില്ല. സത്യമായി ഞാൻ പറഞ്ഞു, വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. വചനം പഠിപ്പിക്കുന്നത് എന്താണ് പഠിപ്പിക്കുന്നത്? ക്ഷമയെന്ന് പറഞ്ഞാൽ മുമ്പ് ഞാൻ പറഞ്ഞു ബന്ധങ്ങളുടെ പുനഃസ്ഥാപനമാണ്, വേർതിരിക്കുന്നതല്ല ശുശ്രൂഷ. ബന്ധങ്ങളുടെ ചേർക്കലാണ് ശുശ്രൂഷ. അതുപോലെ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ രണ്ടാമത്തെ മെയിൻ പോയിന്റ് എന്തുവാണ്? ഇത് ഈ യൂണിറ്റി ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന സപ്പോയിന്റ് ഞാൻ പറയാം. യൂണിറ്റി ഇൻ ക്രൈസ്റ്റിന്റെ സപ്പോയിന്റ് അവസാനിപ്പിക്കാറായോ? ആദ്യം ബോറടിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലും സാരമില്ല, നിങ്ങൾ അരമണിക്കൂർ സഹിച്ചേ പറ്റത്തുള്ളൂ. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ആദ്യം ചോദിച്ചു 2 പ്രസംഗം വേണോ 1 പ്രസംഗം വേണോ? ഒറ്റ മനച്ചാൽ കുഴപ്പമില്ല, 2 പ്രസംഗം. അച്ഛൻ വിചാരിച്ചു ഒറ്റ പ്രസംഗം പെട്ടെന്ന് തീരുമല്ലോ. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ യൂണിറ്റി ഇൻ ക്രൈസ്റ്റിനെ പറ്റിയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ സെക്കൻഡ് മെയിൻ പോയിന്റ് ചേർന്ന് പറഞ്ഞേ യൂണിറ്റി ഇൻ ക്രൈസ്റ്റ് പറഞ്ഞേ. അതെ, ഈ യൂണിറ്റി ഇൻ ക്രൈസ്റ്റ് അതായത് ക്രിസ്തുവിൽ, ഞാൻ ഇങ്ങനെ പറയാം, ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ് ആ കാര്യം പറയാൻ പോലും. ഫസ്റ്റ് പോയിന്റ് പറയാം, എനിക്ക് പറയാം, മറ്റുള്ളവർക്ക് ഈസി ആയിരിക്കും. എനിക്ക് വാക്കുകളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും ഞാൻ പറയാം. ക്രിസ്തുവിലുള്ള ഐക്യത എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തുന്ന കാര്യം. നമ്മുടെ ഐഡന്റിറ്റിയാണ് എന്താ? ക്രിസ്തുവിലുള്ള ഐക്യത. നമ്മുടെ ഐഡന്റിറ്റി കാർഡ് ഇല്ല, ഇവിടെ എല്ലാവർക്കും ഐഡന്റിറ്റി കാർഡ് അല്ലേ? ഐഡന്റിറ്റി കാർഡ് ഉണ്ട്. എന്തുവാ ദൈവമക്കളുടെ ഐഡന്റിറ്റി? എന്താ? വാട്ട് ഈസ് അവർ ഐഡന്റിറ്റി? നമ്മുടെ ഐക്യതയായിരിക്കണം. പണ്ടൊരു കത്തോലിക്കൽ അച്ചായനോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ആൾക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യും? ഞാൻ മനസ്സിലാക്കി ചെയ്തത് അല്ലേ? ശരിയായിട്ട് ഒരു കാലത്ത് നമ്മൾ ചെയ്യുമായിരുന്നു. ഇപ്പൊ അപ്പനാ കാര്യം, നമ്മുടെ മഹാരാഷ്ട്രയുടെ ഭാഷയാണ് അപ്പനാ കാര്യം. സ്വന്തം കാര്യമല്ലാതെ വേറൊരുത്തന്റെ കാര്യം എന്ത് ചെയ്യല്? ഞാനും എന്റെ മക്കളോ അല്ലെങ്കിൽ എന്റെ ഭാര്യ, അതിനപ്പുറത്തെ പരിപാടി നമുക്ക് ഇല്ല. അത് ഏത് പരിപാടിയാണെങ്കിലും ശ്രദ്ധിച്ചോണേ ദൈവമക്കളെ. എന്താണ്? ചില ബിംബങ്ങൾ നമ്മുടെ ഉള്ളിലുമുണ്ട്. നമ്മുടെ സഭയ്ക്കകത്ത് ബിംബമില്ല അല്ലേ? സ്റ്റാച്യൂസ് ഒന്നും നമ്മുടെ സഭകളില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ സ്റ്റാച്യൂസ് ഉള്ളത് നമ്മുടെ അകത്താണ്, നമ്മുടെ ഉള്ളിലാണ്. പെന്തക്കോസ്തുകാരുടെ നമ്മുടെ ഉള്ളിൽ അല്ലേ? ആ ബിംബങ്ങളെല്ലാം ഒന്ന് തകർക്കണമെന്നാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നത്. ശ്രദ്ധിച്ചോണേ, ഈ ഇതാണ് സമ്പത്തോ, മുമ്പേ പറഞ്ഞ സമ്പത്തോ കുടുംബമോ നിറമോ വംശമോ നോക്കാതെ ദൈവമക്കൾ എന്ത് ചെയ്യണം? വചനം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നമ്മളെങ്ങനെ ജീവിക്കുന്നത് നോക്കിയല്ല വിഷയം. വചനം പഠിപ്പിക്കുന്നത് സമ്പത്ത് കുടുംബം നിറം വംശം നോക്കാതെ ദൈവമക്കൾ ഐക്യതയോടെ നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകണം. അത് തലമുറ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇത് പ്രസംഗിക്കാറില്ല, സഭകൾ പ്രസംഗിക്കാറുണ്ട്. എല്ലാ ഞായറാഴ്ചയും ദാവീദ് ആരെ കൊല്ലുക? 30 വർഷമായി ഇപ്പോഴും ആരെ കൊല്ലുക? 30 വർഷമായി ഇപ്പോഴും ദാവീദിന്റെ സ്റ്റോറി ഉള്ളതാ, ഗോലിയാത്തിന്റെ സ്റ്റോറി ഉള്ളതാ, അതിലൊന്നും മാറ്റമില്ല. പക്ഷേ നമ്മൾ സഭ പോകുന്ന അവസ്ഥ കൂടെ തിരിച്ചറിയണം. അതിനുള്ള മെസ്സേജ് കൂടെ സഭയ്ക്കകത്ത് എന്ത് ചെയ്യണം? നാം കൊടുക്കുവാന്നൊക്കെ വേണം ഇടയായി തീരണം. ശ്രദ്ധിച്ചോണം, ദൈവമക്കളുടെ ഐഡന്റിറ്റിയെ തലച്ചോയ്ക്ക്. ചില സമൂഹങ്ങൾ നമ്മുടെ ഇടയിൽ താമസിക്കുന്ന ചില സമൂഹങ്ങൾ, അവർ ഏത് രാജ്യത്ത് പോയാലും ഏത് നാട്ടിൽ പോയാലും അവർക്കൊരു ഡ്രസ്സുധാരണയുണ്ട്, അവരുടേതായ വേഷം. നമുക്കൊക്കെ മോശമായിട്ടും ഒക്കെ തോന്നിയാൽ പോലും അവരുടെ ഐഡന്റിറ്റി അവർ പ്രൗഡായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആണോ അല്ലയോ? അയ്യ യൂറോപ്പിൽ വന്നു ഇന്നൊരു പാനിട്ടേക്കാം, ഷർട്ടിന്റെ ഒക്കെ കോട്ടിട്ടേക്കാം, ഒന്നുമില്ല. അവർക്ക് നീളം കുപ്പായമാണ്, അവിടെ ഒരു തൊപ്പിയും കാണുമോ? വലിയ മാറ്റമുണ്ടോ? ആലോചിച്ച് എവിടെ ചെന്നാലും വേറെ ഏത് രാജ്യത്ത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളുടെ നാട്ടിൽ വന്നാൽ പ്രശ്നം വന്നാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണും. ഞങ്ങളുടെ അപ്പുറം ഇപ്പുറം ഇഷ്ടം പോലെ ആൾക്കാർ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ദൈവമക്കളെ, ഒരു ദൈവം എന്ന രീതിയിൽ നാം അഭിമാനം കൊള്ളണം. നമ്മുടെ ഇടയിൽ സഹോദരിമാർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റേത് മാത്രം ആലോചിക്കും അല്ലേ? എത്ര സ്തുതിക്കണം ദൈവത്തെ. ഒന്നും മുഖം, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, മുഖം വെളിയിൽ കാണിക്കാൻ പോലും ബുദ്ധിമുട്ടാവും. പക്ഷെ ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ വചനം നമ്മുടെ സഹോദരിമാർ കൊടുത്തേക്കുന്ന സ്വാതന്ത്ര്യം എത്ര വലുതാണ് അല്ലേ? സഹോദരന്മാരോട് ചേർന്ന് സുവിശേഷ വേല ചെയ്യാൻ പോലും ചിലയിടത്തൊന്നും അവരിരിക്കുന്ന മേഖലകളിൽ അവർക്ക്
ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയുകയില്ല, അല്ലെ? ആണിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയുകയില്ല. ചോദിക്കാം, വചനം എത്ര ശ്രദ്ധിച്ചു, എത്രയോ പഴക്കമുണ്ട് ഈ വചനത്തിന്. അന്നും ഈ നൂറ്റാണ്ടിൽ ഇനിയുമുള്ള നൂറ്റാണ്ടിൽ വെളിപ്പെടേണ്ട വെളിച്ചം ഒന്നിനകത്തുണ്ട്. സ്വതന്ത്രം പണ്ടത്തെ കാലഹരണപ്പെട്ടു പോയതെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴും നമുക്ക് നമ്മൾ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും നടപ്പിലാക്കേണ്ട എത്രയോ സാഹചര്യങ്ങളിലകത്ത് വിഷയത്തിലേക്ക് മടങ്ങി വരാം. യൂണിറ്റി ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ എന്താണ്? ഐഡന്റിറ്റിയാണ്. ദൈവമക്കളുടെ ഐഡന്റിറ്റി എന്താ? അസംബ്ലീസ് കോഡ് തരുന്ന ഐഡന്റിറ്റി കാർഡിന്റെ കാര്യമല്ല പറയുന്നത്. ചർച്ചക്കോട് IPC തരുന്ന ഐഡന്റിറ്റി കാർഡിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. പകരം എന്താണ്? ദൈവമക്കൾ തമ്മിൽ സഭയ്ക്കകത്തുണ്ടാകണം. നിങ്ങൾ 5 ഫാമിലി ഉള്ളൂ, ഒരു കുഴപ്പമില്ല. എല്ലാവരും കരത്തോട് കരം ചേർത്ത് പിടിച്ച് 5 ഫാമിലി ഒന്നായിട്ട് നിന്നേ, അല്ലേ? ദൈവപ്രവൃത്തി ഈ ദേശത്ത് വെളിപ്പെടുവാന്നൊക്കെ പറഞ്ഞ ഇടയാക്കി, ഒരു സംശയമില്ല. സ്വന്തം മലൂര്. രണ്ടാമത് ഈ യൂണിറ്റി ഇൻ ക്രൈസ്റ്റിൽ രണ്ടാമത്തെ സംഭവം എന്ന് ചോദിച്ചാൽ സമത്വം. എന്താണ് സമത്വം? ഈക്വാലിറ്റി, സമത്വം. ഒനേസിമോസ് വെറും ശ്രദ്ധിച്ചോണേ, ഒനേസിമോസ് അടിമയായ മനുഷ്യനായിരുന്നു, അല്ലേ? ആ അടിമയെ എന്ത് ചെയ്തു? തന്റെ വീട്ടിൽ കൈക്കൊള്ളുന്നത് സമത്വത്തോടു കൂടിയാണ്, ഈക്വാലിറ്റി അംഗീകരിച്ചുകൊണ്ടാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുവൻ തിരിച്ചു ഞങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് അവൻ മോഷ്ടിച്ചുകൊണ്ട് പോയിരുന്നു, അവൻ അടിമയായിരുന്നെങ്കിൽ തിരിച്ച് നമ്മൾ കയറ്റിയേക്കാം. പക്ഷെ അവൻ എങ്ങനെ കയറ്റിയത്? പഴയ പൊസിഷൻ, പഴയ ജോലി, അല്ലേ? പഴയ എല്ലാ പ്രിവിലേജും കൊടുത്തേക്കാം. പക്ഷേ എന്റെ അടുത്ത് ശോഭ എന്താ സമ്മതിക്കോ? ഇരിക്കോ? ഞാൻ കഴിക്കുന്ന ആഹാരത്തിന്റെ മേശയിൽ ഇതുകൊണ്ട് കഴിക്കാൻ സമ്മതിക്കോ? സമ്മതിക്കത്തില്ല. അവിടെയാണ് അപ്പോസ്തലനായ പൗലോസ് ഒരു വലിയ എന്താണ് ബന്ധനത്തെ ബ്രേക്ക് ചെയ്യുന്നത്. വലിയ നവോത്ഥാനം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ നവോത്ഥാനത്തിന് വേണ്ടി നിന്ന പുസ്തകം വിശുദ്ധ വേദപുസ്തകം, അല്ലേ? എത്രയോ വർഷം മുമ്പ് അടിമത്തത്തിനെതിരായിട്ട് സ്റ്റെപ്പ് വെച്ച പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. സ്ലേവറിക്കെതിരെ. അത് ചോദിക്കേ, അവനിനി അങ്ങനെ വാക്യമുണ്ടാകാത്ത നിങ്ങൾ വായിച്ച ആ ചാപ്റ്ററിന്റെ അന്തിമ വാക്യമുണ്ട്. അവനിനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ. അങ്ങനെ വാക്യമുണ്ടോ നോക്കി, അതിനകത്ത് വാക്യമുണ്ട്. ശ്രദ്ധിച്ചോണേ, ഈ ഒരു വാക്ക് സത്യം പറഞ്ഞാൽ സ്ലേവറി സിസ്റ്റത്തിനെതിരെ ഉള്ളതായ ആ എന്താണ് ആണി അടിച്ചു പൊട്ടിക്കുന്ന പരിപാടി. വായിച്ചത് വാക്യം വായിച്ചു. അവനി കണ്ടോ? ശ്രദ്ധിച്ചേ, പൗലോസ് അവനെ താക്കീത് ചെയ്യുകയാണ്. വളരെ വ്യക്തമായി നിലപാട് സ്വീകരിക്കുക. അവനെ ഇനി സ്ലേവായിട്ടല്ല, അടിമയായിട്ടല്ല, ദാസനായിട്ടല്ല തിരിച്ചെടുക്കേണ്ടത്. പിന്നെ എങ്ങനെ തിരിച്ചെടുക്കണം? അവൻ രക്ഷിക്കപ്പെട്ട ദൈവത്തിലായതുകൊണ്ട് അവനെ സ്വന്തം സഹോദരനായിട്ട് എന്ത് ചെയ്യണം? തിരിച്ചെടുക്കണം. സ്വതന്ത്രം. അല്ലെ ചോദിക്കേ, ഈ വചനം ചുമക്കുന്നത് കൊണ്ട് ഇപ്പൊ അഭിമാനം തോന്നുന്നില്ല, അല്ലെ? മനുഷ്യനെ രണ്ടായി കാണാതെ മനുഷ്യനെ ഒന്നായി കാണാൻ പഠിപ്പിച്ച പുസ്തകമായി പുസ്തകം. സ്വതന്ത്രം. ഇന്ന് ഈ രാജ്യത്ത് നാം അനുഭവിക്കുന്ന പല നന്മകളുടെയും പിന്നിൽ ഈ പുസ്തകത്തിന്റെ പ്രേരണയുണ്ടോ? അല്ലേ? ഓരോ നിയമങ്ങളും ചട്ടങ്ങളും ഈ രാജ്യം നമ്മൾ താമസിക്കുന്ന ഈ UK എഴുതിയ സമയത്ത് ഇതിന്റെ പ്രേരണയായിരുന്നു പല നല്ല തീരുമാനത്തിനും കാരണമായി മാറിയത്. പിന്നീട് വ്യതിചലിച്ചതുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യം ഉണ്ടാക്കാനും അതിന്റെ ക്രമീകരിക്കപ്പെട്ട എല്ലാ വസ്തുതകളും ഉണ്ടാക്കാൻ കാര്യം അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരമുണ്ടായിരുന്നതാണ്. പല രാജ്യങ്ങളും നമ്മുടെ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മുടെ മുന്നിൽ കാണുന്നതാണ്, അല്ലേ? ഇവിടെ പ്രയാസം ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ വചനത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്നാമത് ഞാൻ പറഞ്ഞത് ക്രിസ്തുവിൽ ഈ ഇതാണ് യൂണിറ്റി ഇൻ ക്രൈസ്റ്റിലെ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് എന്താണ്? ക്രിസ്തുവിലെ ഐക്യം എന്ന് പറഞ്ഞ നമ്മുടെ ഐഡന്റിറ്റി ആണ്. രണ്ടാമത്തേത് സമത്വമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫിലോമോൻ എന്ത് ചെയ്തു? തന്റെ ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ആരെ സ്വീകരിച്ചു? അടിമയായ ഒനേസിമോസിനെ സ്വീകരിപ്പാനൊക്കെ നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റി ഇൻ ക്രൈസ്റ്റിലെ മൂന്നാമത്തെ പോയിന്റ് എന്ന് ചോദിച്ചാൽ പരസ്പരമുള്ള കരുതലും വിചാരവും. ശ്രദ്ധിച്ചോണേ, ഇവിടെ ഫിലോമോന്റെ കാര്യം നോക്കിയാൽ മതി പോരെ? നമുക്ക് നമ്മുടെ കാര്യം മാത്രം, ഞാൻ പറഞ്ഞില്ല, അപ്പനാപ്പന്റെ കാര്യം മാത്രം
നോക്കിയാൽ മതി. പക്ഷേ ശ്രദ്ധിച്ചോണേ, പരസ്പരം കരുതണമെന്ന് ആരെ പഠിപ്പിക്കുക? അനുഗ്രഹിക്കപ്പെട്ട ഗുരുവായിരുന്ന പൗലോസ് ആരെ പഠിപ്പിക്കുക? ഫിലോമോനെ പഠിപ്പിക്കുക. അത് ചോദിക്കുക, നമ്മളെ പലരെയും രക്ഷിക്കപ്പെടുത്താൻ, ഒരാളെ ഒരു സഹോദരനെ രക്ഷിക്കപ്പെടുത്താൻ വേണ്ടി ഏതറ്റം വരെയും നമ്മൾ എന്ത് ചെയ്യും? പുറകെ നടന്ന് എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടുത്തും. ആട്ടിൽ തുപ്പിയാൽ പോലും നമ്മൾ പോകത്തില്ല, പുറകെ കൂടി എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടുത്തും. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ നമ്മൾ എന്ത് ചെയ്തില്ല? ഞാൻ പറഞ്ഞ നടക്കുന്ന കാര്യമല്ലേ? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പോലെ തിരികെ പോലും നമ്മൾ നോക്കാറുള്ളൂ. പക്ഷെ നോക്കിയേ, രക്ഷിക്കപ്പെടുത്തിയ ബദലാണ് അവനെ അവന്റെ വഴിക്ക് വിടാതെ അവനെ എന്ത് ചെയ്തു? വചനം കൊടുത്ത് അവന്റെ കൂടെ ആളെ നിർത്തി അവനെ സേഫായ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുക? എത്തിക്കുക. അവനെ ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പൗലോസ് കണ്ടത് ഏതാ? അവന്റെ യജമാനായ ഫിലോമോന്റെ കരങ്ങളിലാണ്. അവനെ കരങ്ങളിൽ സേഫായിട്ട് എത്തിക്കുന്നവരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ റോളുണ്ടായിരുന്നു. പറഞ്ഞു മനസ്സിലാകുമ്പോ നമ്മളൊക്കെ ഒരാളെ രക്ഷിക്കപ്പെടുത്താൻ വേണ്ടി ഓടി നടക്കുമ്പോ രക്ഷിക്കപ്പെടുന്നത് നല്ല കാര്യമാണ്. എന്നാൽ അവന്റെ തുടർന്നുള്ളതായ ആത്മീയ ജീവിതത്തെ പറ്റി ചിന്തിക്കാവുന്നതായ ഉത്തരവാദിത്വം നീക്കൊണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നാം പറഞ്ഞതിന്റെ ഉദ്ദേശം ചോദിച്ചാൽ പരസ്പരം നമ്മൾ കരുതലുള്ളവരായിരിക്കണം, പരസ്പരം നമ്മൾ വിചാരമുള്ളവരായിരിക്കണം. വിശ്വാസികൾ പരസ്പരം, അല്ലേ? ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് നടക്കുന്ന ആർക്കെങ്കിലും വല്ലതും അറിയാമോ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് നടക്കുന്ന ആർക്കെങ്കിലും വല്ലതും അറിയാമോ? പക്ഷേ ഒരു ദൈവസഭ എന്ന് പറഞ്ഞാൽ ആ സഭയ്ക്കകത്ത് പരസ്പരം കരുതലും വിചാരവും ഉണ്ടാകുവാന്നൊക്കെ പറഞ്ഞ ഇടയാത്തിയാണ്. മൂന്നാമതായിട്ട് പ്രത്യേകിച്ച് യൂണിറ്റി ക്രൈസ്റ്റിലെ നാലാമത്തെ ഫസ്റ്റ് പോയിന്റ് ഓർമ്മ. ഫസ്റ്റ് പോയിന്റ് യൂണിറ്റി ക്രൈസ്റ്റിലെ ക്രിസ്തുവിലുള്ള ഐക്യത. രണ്ടാമത്തേത് ഈക്വാലിറ്റി, സമത്വം. മൂന്നാമത്തേത് പരസ്പരമുള്ളതായ കരുതൽ, വിചാരം. മനസ്സിലാവും? സമയം മുമ്പോട്ട് പോകുന്ന വേഗത്തിൽ ഞാൻ അടുത്ത പ്രധാന പോയിന്റിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇത്രയും വിചാരിച്ചില്ലല്ലേ? ഈ സ്റ്റോറി ഒന്ന് പറഞ്ഞ ശേഷം ചില പോയിന്റ് പറയാമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്തില്ല? വിചാരിച്ചില്ല, തീർന്നിട്ടില്ല. ചില കാര്യങ്ങൾ പറഞ്ഞ് വേഗം ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ മൂന്നാമത്തെ, ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്തായിരുന്നു പറഞ്ഞേ? രണ്ടാമത്തേത് മൂന്നാമത്തേത് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ. നോക്കണേ, ഒന്നാമത്തെ ഉത്തരവാദിത്തം മടങ്ങി പോയവനെ തിരിച്ചു ചേർക്കാനുള്ളതായ ഉത്തരവാദിത്തം. നമ്മുടെ സമയം നിർത്തി പിന്മാറിപ്പോയാൽ നമ്മളെന്താ? അവനെ പ്രാഗിയില്ലേ ചോദിക്കും, അവൻ ശരിയാകുന്നില്ല, പിന്മാറ്റക്കാരനാണെന്ന് പറഞ്ഞ ചെയ്തല്ലേ? അവൻ നശിപ്പിച്ചേനെ. ഏതെല്ലാം രീതിയിൽ നശിപ്പിക്കാം? ഇപ്പൊ സോഷ്യൽ മീഡിയ കൂടെ വന്നിട്ടുള്ള കാര്യം കുറച്ചുകൂടെ എളുപ്പമായി, അല്ലേ? ശ്രദ്ധിച്ചോണേ, മടങ്ങിപ്പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ എന്ത് ചെയ്തു? തിരികെ കൊണ്ടുവരുന്ന ശുശ്രൂഷയാണ് വേദപുസ്തകത്തിന്റെ ശുശ്രൂഷ. അപ്പനെ മുമ്പ് നഷ്ടപ്പെട്ടു പോയവനായിരുന്നു ആര്? മണിയപുത്രൻ, അല്ലേ? അവനെ തിരിച്ചു കൊണ്ടുവരുന്ന ശുശ്രൂഷയാണ് വേദപുസ്തകം നമ്മെ എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. പത്രോസ് കൂടുതൽ ആൾക്കാരും കൂടെ ഇറങ്ങി പോയതാ കർത്താവിനെ വിട്ടിട്ട്. പക്ഷെ കർത്താവ് പുറകെ എന്ത് ചെയ്തു? കൂട്ടിക്കൊണ്ട് വന്ന ശുശ്രൂഷയാണ് ആടെ ശുശ്രൂഷ, വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുന്ന ശുശ്രൂഷ. അത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നഷ്ടപ്പെട്ടു പോയ ഒരുവൻ നമ്മളോട് പ്രയാസം കാണിച്ച് മടങ്ങിപ്പോയെങ്കിൽ അവനെ കൂടെ ചേർത്ത് നിർത്തുവാൻ കഴിയുന്ന ശുശ്രൂഷയാണ് ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ അവനെ നിന്ദിച്ചോ പരിഹസിച്ചോ തള്ളിക്കളയുവാനൊക്കെ വേണം ഇടയായി തീരുന്നത്. അതിന്റെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയിലെ ഒന്നാമത്തെ സബ് പോയിന്റ് ആണ് മടങ്ങിപ്പോയ ഒരുവനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്കെന്നുണ്ട് ഉത്തരവാദിത്വമുണ്ടെന്നത്. രണ്ടാമത്, ദൈവത്തോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ശ്രദ്ധിച്ചോണേ, ദൈവത്തോട് നമുക്കുന്നുണ്ട്. വി ആർ അക്കൗണ്ടബിൾ ടു ദ ലോർഡ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും വില കൊടുത്ത് വാങ്ങിയവരാണ്, അല്ലേ? ആരാ വില കൊടുത്ത് വാങ്ങി? രാജേഷ് ഭാഷാണ് വില കൊടുത്ത് വാങ്ങി, ആണോ? വിജയ് ഭാഷ അല്ല. ആരാ വില കൊടുത്ത് വാങ്ങി? കർത്താവായ യേശു രക്തം കൊടുത്ത്, പൈസ കൊടുത്തല്ല, സ്വർണം കൊടുത്തല്ല, രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവങ്ങളാണ് ഈ സഭയത്തിരിക്കുന്നത്, ആണോ? അല്ലയോ? നമ്മളെ എണ്ണത്തിൽ കുറവായി സാരമില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്താണ്? യു ആർ അക്കൗണ്ടബിൾ. കാരണം അക്കൗണ്ടബിൾ ആയ കാരണം എന്താ? വില കൊടുത്ത് വാങ്ങിയവരാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുവാനായിട്ട് പ്രമാണം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. ശ്രദ്ധിച്ചോണേ, അവിടെ പറയുകയാണ് എന്താണ്? ദൈവത്തോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ഒരു വിശ്വാസി എന്ന രീതിയിൽ എന്താണ്? വിശ്വാസി എന്ന രീതിയിൽ നമ്മൾ ഉത്തരവാദിത്വം എന്തുവാ? രാവിലെ 10 മണിക്ക് വരിക, മീറ്റിംഗ് പങ്കെടുക്കുക, 1 മണിയാകുമ്പോൾ മീറ്റിംഗ് തീരും, വീട്ടില് പോവുക. ഇതിന് മേലിൽ ഉത്തരവാദിത്വം നമുക്ക് ഇല്ല. പക്ഷേ ഒരു കാര്യം ഓർത്തോളൂ, ഒരു ദൈവജന എന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ
ഇവിടുത്തെ ആരാധനയുടെ ഉത്തരവാദിത്തമുണ്ട്, ഇവിടെ സഭയുടെ ഉത്തരവാദിത്തമുണ്ട്, ഇവിടുത്തെ സഭാ വേലയോടുള്ള ഉത്തരവാദിത്തമുണ്ട്. ആ വേലയിൽ ഒരിക്കലും നിങ്ങൾ മാറി നിൽക്കുവാനൊക്കെ വേണം ഇടയാകരുത്. സ്വത്രം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അവിടുത്തെ ചെറിയ മീറ്റിങ്ങിന് അതുപോലെ ഒരാൾ ഉറങ്ങുന്നുണ്ടോ, വായിച്ചുകൊണ്ടിരിക്കുക, സൗണ്ട് ഇല്ല. അപ്പൊ തന്നെ നമ്മുടെ ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ ഞാൻ സ്പോൺസർ ചെയ്യാം. അവർ സ്പോൺസർ ചെയ്തു. ഞാൻ പറഞ്ഞത് എനിക്ക് അതിശയമായി. ഇപ്പൊ നിങ്ങളെക്കാളൊക്കെ പ്രായത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഈ മോന്റെ പ്രായം ആ പ്രായമൊക്കെ ഉള്ള പിള്ളേരാണ്. ഇവരോട് ആരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത കാര്യമൊന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഒരു സഭ വളർത്തുള്ളൂ. രാജേഷ് ഭാഷ എങ്ങനെ നിലനിർത്തി നിന്നാലും ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ വലിയ പാടായിരിക്കും. അതേസമയം നിങ്ങൾ 5 കുടുംബമുണ്ട്, സാരമില്ല. 5 കുടുംബങ്ങൾ കരത്തോട് കരം ചേർത്ത് പിടിച്ച്, 10 കുടുംബമുണ്ട്, 10 കുടുംബങ്ങളും കരത്തോട് കരം ചേർത്ത് പിടിച്ച് ഒന്നിച്ചൊന്നും പണിതേ സഭ വളരുവാനൊക്കെ നമ്മുടെ സ്തോത്രം. നിങ്ങൾ 5 കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിച്ച് 5 കുടുംബങ്ങൾ ഏകവർഷം കടന്നു വന്നേ. അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് പിന്നെ പ്രയാസമൊന്നും ഞാൻ പറയത്തില്ല, വിട്ടുതിരിക്കരുത്. എന്തെങ്കിലും പ്രയാസമുള്ളൂ അതെല്ലാം ഒന്ന് മാറ്റി വെച്ച്, നമുക്ക് ഒത്തിരി ഹെഡേക്കാണ്, അതെല്ലാം മാറ്റി വെച്ച് ദൈവശല്യം കടന്നു വന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. സ്വന്തം എവിടെ വിശുദ്ധന്മാർ ഇറങ്ങിയത് സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് വരും, ഒരു ഹാളിൽ ഇരിക്കും, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് ചെയ്യത്തില്ല, കഴിയത്തില്ല. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് പോലും കഴിയുന്നില്ല. മനസ്സൊന്ന് രൂപാന്തരപ്പെട്ട് ഏക മനസ്സ് ഏക രീതിയിൽ ഒരു സ്കെയിലിൽ കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? വലിയ പാടുള്ള കാര്യമാണ്, ഭയങ്കര പാടുള്ള കാര്യമാണ്. ഈ വണ്ടിയുടെ വീലൊക്കെ വണ്ടിയുടെ എന്തിനാകെ എന്റെ വണ്ടിയുടെ ഒരു ടയറങ്ങേറ്റം പറ്റാറായി. അപ്പൊ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വീല് ഫ്രണ്ട് ചുമ്മാതിരിക്കില്ല, അതിന് അലൈൻമെന്റ് ഉണ്ട്. അലൈൻമെന്റ് തെറ്റിയ പല വിഷയങ്ങളും ഉണ്ടാകും. പല കുടുംബത്തിന്റെയും അലൈൻമെന്റ് തെറ്റിക്കിടക്കുക. ശ്രദ്ധിച്ചോണം. ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് അലൈൻമെന്റ് ഒന്ന് സെറ്റ് ചെയ്യണം. എങ്കിലും ഇത് സ്മൂത്ത് റണ്ണിങ് ആകത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ചില ദൈവിക പ്രവർത്തികൾ കുടുംബത്തിന്റെ അകത്ത് നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുടുംബത്തിന്റെ അകത്ത് അയഞ്ഞു കിടക്കുന്ന പല വസ്തുക്കളും എന്ത് ചെയ്യണം? നമ്മള് മുറുക്കി സെറ്റ് ചെയ്യണം, അലൈൻമെന്റ് സെറ്റ് ആക്കണം. പറഞ്ഞ് മനസ്സിലാകുമ്പോ സ്വപ്നം പറഞ്ഞു. അതെ, അപ്പൊ ഞാൻ എല്ലാവരും പറഞ്ഞത് ഞാൻ കർക്കശമായിട്ട് പറയുന്നത്, എനിക്ക് പറയാൻ അറിയത്തില്ല കർക്കശമായിട്ട്. എന്താണ് നമ്മുടെ കർക്കശന്റെ മാക്സിമം ലെവൽ? സ്വതന്ത്രം. അപ്പൊ ഞാൻ കർക്കശനായി പറഞ്ഞു എന്ന് നിങ്ങൾ ചെയ്യുക. വിഷയം അത് നിങ്ങളത് സ്വീകരിക്കുക. കർത്താവ്. അപ്പൊ പല വിഷയം നമ്മൾ മടങ്ങാണ്. നമുക്ക് ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി, നമുക്ക് എന്താണ് ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളതായ കാര്യം തിരിച്ചറിയും. സഭയോടുള്ള ബന്ധത്തിന് സഭ നമ്മളെ ആരുടെയാ? നമ്മുടെ രാജേശ്വര സഭയല്ല, നിങ്ങളുടെ ആരുടെ സഭയല്ല, സഭയല്ല ആരുടെയാ? കർത്താവിന്റെയാ. നമുക്ക് ആർക്കും ഒന്നും പറയാനില്ല. കർത്താവ് നമ്മളെ എന്താണ് തെരഞ്ഞെടുത്തു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും അതില് പറയാനില്ല. അതുകൊണ്ട് ഈ ദിവസം ശക്തമായ വേല ചെയ്യാൻ കർത്താവ് സഹായിക്കുന്നത്. സഭയോടുള്ള ഉത്തരവാദിത്തം, അതായത് ദൈവത്തോടുള്ള ബന്ധ ഉത്തരവാദിത്തമുണ്ട്, സഭയോടുള്ള ബന്ധ ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ ക്ഷമിക്കാൻ കഴിയുന്നത് വലിയ ഉത്തരവാദിത്തമാണ്. ക്ഷമിക്കാൻ കഴിയുന്നത് വലിയൊരു അല്ലേ? ക്ഷമിക്കാൻ പറ്റുമോ എല്ലാവരെയും കൊണ്ട്? നോർമലി പറയാം, ക്ഷമിക്കാൻ പറ്റുമോ എല്ലാവരെയും കൊണ്ട്? വലിയ പാടാണ് അല്ലേ? ക്ഷമിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ക്ഷമിക്കാൻ കഴിയണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നത് നിങ്ങളുടെ വീട്ടിലെ വിഷയങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ ഈ പറയുന്നത്. എങ്കിലും ഞാൻ പറയുകയാണ്, ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ എന്നോട് ചേർന്ന ആ വാക്കുകൾ എംഫസൈസ് ചെയ്ത് ഓർപ്പിക്കണമെന്ന് പറയാം. നമ്മളെല്ലാം ചേർന്ന് പറഞ്ഞു ക്ഷമിക്കാൻ. ഞാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി കേട്ടോ. ക്ഷമിക്കാൻ കഴിയുന്നത് എന്റെ ഉത്തരവാദിത്തം. ക്ഷമിക്കണം എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. പറഞ്ഞു നിങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ കാണാൻ നിങ്ങൾ പറഞ്ഞു. ഞാൻ ഭാഷ കാണാൻ ഞാൻ കാണാതിരിക്കുക. അപ്പൊ ഞാൻ ഭാഷ നോക്കുമ്പോൾ എന്റെ മൊത്തം നോക്കിയാണല്ലോ ഈ പറയുന്നത്. അങ്ങനെ വിഷമമുണ്ടാണ്. ഞാൻ കാണാത്തോളാം. അപ്പൊ നിങ്ങൾ പറയാ ക്ഷമിക്കാൻ കഴിയുന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഞാൻ കണ്ണടയ്ക്ക് ഇറങ്ങുന്നു. ഞാൻ പറഞ്ഞതല്ല, നിങ്ങളോട് തന്നെ പറഞ്ഞ ഊതാണ്. നിങ്ങളുടെ തലയിൽ ഞാൻ കൈവച്ചിട്ട് ആമയും പ്രശ്നവും വാലന്റെ തലയാക്കി പറഞ്ഞ ഊതല്ല. നിങ്ങളോട് പറയുന്ന ഊതാണ്. ഞാൻ ഇന്ന് എന്ത് ചെയ്യുക? ക്ഷമിക്കാനായിട്ട് പോവുകയാണ്. ദൈവമക്കളെ അവിടെ തന്നെ പറയാറുണ്ട്, ക്ഷമ വീട്ടില്ല. ജോസഫിന്റെ വാക്യല്ല, ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ. നിങ്ങൾ ആരും കേട്ടിട്ടില്ല? ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്നത്. അതാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ഫ്രൈസ് ആയിരിക്കും. നിങ്ങൾ കേട്ടിട്ടില്ല. പക്ഷെ നാട്ടിൽ നാട്ടിലല്ലോ. അപ്പോ ക്ഷമിക്കാൻ കഴിയുന്നത് വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. പൗലോസ് എന്ത് ചെയ്തു?
പൗലോസ് മധ്യസ്ഥ വഹിക്കുമ്പോഴും പൗലോസാണ് മധ്യസ്ഥ വഹിച്ചത്. എങ്കിലും അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് ആരെന്നറിയാം? എക്സാക്ട്ലി പൗലോസാണ് മീഡിയേറ്റർ ആയിട്ട് തന്നത് ഇവരെ നമ്മെ അനുഭവിപ്പിക്കാനാണ്. പക്ഷെ അപ്രിഷിയേറ്റ് ഞാൻ ചെയ്യുന്നത് പൗലോസ് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ എല്ലാ ക്വാളിറ്റിയും പൗലോസിനുണ്ട്. പക്ഷേ ക്ഷമിച്ചത് പുള്ളിയാണ്. ആരാ? ദൈവങ്ങളെ ഞാനും നിങ്ങളും അഭിനവന്റെ ആ സ്ഥാനത്തായിരുന്നു നോക്കണം. അങ്ങനെ ആയിരിക്കണം ദൈവമക്കളെ. അതാണ് ദൈവമക്കൾ. നമ്മൾ ഈ പ്രസംഗിക്കുന്നതല്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ജീവിക്കുന്നതല്ല യഥാർത്ഥ ജീവിതം. നമ്മൾ ഈ കാണിക്കുന്നതല്ല യഥാർത്ഥമായ ജീവിതം. അതിന് വേറെ പുസ്തകം മനസ്സിലാക്കണം. അതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങണം. പരസ്പരം ക്ഷമിക്കാനും എന്താണ് കർത്താവിന്റെ ഒരു സൈഡ് അടിച്ച് ഒരു കർണം അടിച്ച് മറുകരണം കാണിച്ചു കൊടുക്കാൻ കർത്താവ് നമ്മൾ പഠിപ്പിക്കുന്നു. നമ്മളെ അത്രയും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എങ്കിൽ പോലും മാക്സിമം നമ്മളെ എന്ത് ചെയ്യണം? ട്രൈ ചെയ്യണം. ഇടയാത്തില്ല ഹല്ലേലൂയ. അപ്പോൾ അവസാനമായിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏകദേശം സമയം കൊടുക്കുന്നല്ലോ. ഇത് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്ഷമിക്കുക. 2, നിരക്കുക. 3, സ്നേഹിക്കുക. അതുപോലെ അടുത്തത് അംഗീകരിക്കുക, പ്രാർത്ഥിക്കുക. മധ്യസ്ഥ എന്ന് പറഞ്ഞാൽ പല വിഷയങ്ങളുടെയും ഇടിവിൽ നിന്ന് മധ്യസ്ഥ നമുക്ക് പ്രയാസം തോന്നും. ആ വാക്കുകൾ മാറ്റി വിഷയം ഇതിന്റെ ഇടിവിൽ നിൽക്കുക. പല വിഷയങ്ങൾക്ക് വേണ്ടിയും ഇടിവില് നിൽക്കുക. ഇതൊക്കെയാണ് ഒരു ദൈവവചനത്തെ സംബന്ധിച്ച് ദൈവസഭയ്ക്കും ദൈവജനം ആവശ്യമുള്ളത്. നാം എന്ത് ചെയ്യുക? തിരിച്ചറിയാനൊക്കെ വേണം, ഇടയായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മള് പറഞ്ഞ പോയിന്റ്സ് ഒന്ന് പറഞ്ഞ ശേഷം ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് നമ്മൾ കേട്ട ഭാഗം ഏതായിരുന്നു? ഫോർഗീവ്നെസ്. ഇനി ഞാൻ പറയുന്നത് അവസാനിപ്പിക്കാം. ഫോർഗീവ്നെസ്. ആ ഫോർഗീവ്നെസ്സിന് സംഭവിച്ചത് എന്തൊക്കെയായിരുന്നു? അക്നോളജ്മെന്റ് ഓഫ് റോങ്, അല്ലേ? അതായത് തെറ്റാണ് നമ്മളായി തിരിച്ചത് അതുണ്ടാകണം. അടുത്തത് രണ്ടാമത്തെ സംഭവം എന്തായിരുന്നു? നീരസന്ധി മാറ്റുക. അടുത്തത് മൂന്നാമത്തെ യൂണിറ്റി. അടുത്ത മേഖലയില്ല ബന്ധങ്ങളുടെ പുനഃസ്ഥാപനം. അതുപോലെ തന്നെ രണ്ടാമത്തെ മേഖലയിൽ എന്തായിരുന്നു? യൂണിറ്റി ഇൻ ക്രൈസ്റ്റ്. അതിൽ ഒന്നാമത്തെ നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ ഐഡന്റിറ്റി ഒന്നാമത്തെ അതിന്റെ സപ്പോയിന്റ് ഒന്നാമത്തെ ക്രിസ്തുവിനുള്ളതായ നമ്മുടെ ഐക്യതയാണ്. എനിക്കറിയാം ആദ്യത്തെ പോർഷൻ നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചു. രണ്ടാമത്തെ പോർഷൻ അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചത് എനിക്കറിയാം. എങ്കിൽ പോലും അതിന്റെ ക്രിസ്തുവിനുള്ളതായ ഐഡന്റിറ്റിയാണ് നമ്മുടെ ഐക്യത. രണ്ടാമത്തേത് സമത്വം, ഈക്വാലിറ്റി, സമത്വം. മൂന്നാമത്തേത് പരസ്പരം ദൈവസഭ കരുതലാണ്, അല്ലേ? അവർ പറഞ്ഞു കരുതലും വിചാരം. അടുത്തത് ക്ഷമ. ഞാൻ പറയുന്ന ക്ഷമയെ പറ്റി പറഞ്ഞു. ക്ഷമ ഇതിനകത്ത് പല പോലും ഞാൻ മിസ് ചെയ്തു. ഇതിനേക്കാളും ബോറാവും. അതുകൊണ്ട് ഞാൻ തെറ്റേ. അതുപോലെ മൂന്നാമത്തെ മെയിൻ പോയിന്റ് എന്തായിരുന്നു? മൂന്നാമത്തെ പോയിന്റ് ഞാൻ ആദ്യം പേഴ്സണൽ അത്രയും പറഞ്ഞത് നീ പറയില്ല. റെസ്പോൺസിബിലിറ്റി കേട്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. അതിനകത്തുള്ള പോയിന്റ്സ് നോക്കിയാൽ ഞാൻ പറഞ്ഞത് പോയിന്റ്സ് ഞാൻ പറഞ്ഞായിരുന്നു. ഒരുവരെ മടങ്ങി കൊണ്ടുവരാൻ പറ്റിയാൽ അത് ഉത്തരവാദിത്തമാണെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തേത് ദൈവത്തോടുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ ക്ഷമിക്കാൻ കഴിയുന്നത്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ക്ഷമിക്കാൻ കഴിയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് എൻ്റെ ഒരു ഔദാര്യമല്ല, എൻ്റെ ഔദാര്യമല്ല. ഏതാ ഞാൻ പോട്ടെ, അവിടെ വിട്ടേക്കാം, പോട്ടെ, ക്ഷമിച്ചേക്കാം. നമ്മുടെ ഔദാര്യമൊന്നുമല്ല. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാ? നീ ക്ഷമിക്കണമെന്നുള്ളത്. പലപ്പോഴും ക്ഷമിക്കാൻ തോന്നുന്ന ദൈവങ്ങളെ ക്ഷമിക്കും, പക്ഷെ വീണ്ടും വീണ്ടും നമ്മളെ എന്ത് ചെയ്യും? ഉപദ്രവിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ക്ഷമിക്കുക. പക്ഷെ വിശ്വാസത്തിന്റെ കാര്യത്തിലും ആത്മീയ വളർച്ചയുള്ള ബന്ധത്തിലുമാണ് ഈ കാര്യം പറയുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വചനത്തിന് വിരുദ്ധമായുള്ള വിഷയങ്ങളെ ഉൾക്കൊള്ളണം ഞാൻ ചെയ്യാറുണ്ട്. വചനത്തിന് വിരുദ്ധമായുള്ള കാര്യങ്ങൾ, ക്ഷമിക്കപ്പെടാൻ പറ്റാത്ത പാവങ്ങളും ക്ഷമിക്കപ്പെടാൻ പറ്റാത്ത വിഷയങ്ങൾ. ഒരാൾ ഉപദ്രവിക്കാൻ വരിക, എന്ത് ചെയ്യാൻ പറ്റും? കത്തി കൊണ്ട് കുത്താൻ വരുമ്പോൾ ചിരിച്ചോണ്ടിരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലാണ്.
അല്ല ഞാൻ പറഞ്ഞു സീരിയസ് ആയിട്ട് പറഞ്ഞു. സോ ആ വിഷയങ്ങളെ ദൈവം തരുന്ന ബുദ്ധിക്കനുസരിച്ച് നമ്മുടെ ദാവീദ് രാജാവ്, നമ്മുടെ ആഖീഷ് രാജാവ് പിടിച്ചു. ആരെ പിടിച്ചു? ദാവീദിനെ പിടിച്ചു. ദാവീദ് എനിമിയാണ്, പിടിച്ചു. എനിമിയെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ആഖീഷ് രാജാവിന്റെ കയ്യിൽ എനിമിയായ ദാവീദിനെ കിട്ടി എന്ത് ചെയ്യണം? കൊല്ലണം, അല്ലേ? ഓ, ദൈവം ബുദ്ധി കൊടുത്തു. എന്താ കൊടുത്തത്? അദ്ദേഹം ഒരു പഠനെ പോലെ അഭിനയിച്ചു. ഉടനെ രാജാവ് ചോദിക്കുന്ന കാര്യമുണ്ട്, എന്റെ രാജ്യത്ത് വട്ടന്മാര് കുറവായിട്ടാണ് നീ ഈ വട്ടനെ പിടിച്ചോണ്ട് വന്നേന്ന്. എന്നിട്ട് അത് പുള്ളി വെറുതെ വിട്ടു. ആരെ വിട്ടു? ദൈവം തരുന്ന ബുദ്ധിക്കനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാവുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കർത്താവ് സഹായിക്കട്ടെ. കണ്ണുകളെ അടക്കം പ്രാർത്ഥിക്കും. ഈ വചനം കേട്ട വചനത്തെ ഓർത്തുകൊണ്ട് ദേശം പ്രാർത്ഥിക്കാം. സ്തോത്രം. പരിശുദ്ധനായ നമ്മുടെ പിതാവേ, ഞങ്ങൾ ദിവസത്തിലേക്ക് സമർപ്പിക്കുകയാണ്. കേട്ട വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ കർത്താവ് ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പലപ്പോഴും ക്ഷമിക്കുവാൻ കഴിയാത്തവരായി ഞങ്ങൾ മാറിയിട്ടുണ്ട്. ക്രിസ്തുവിനുള്ളതായ ഞങ്ങളുടെ ഒരുമ പലപ്പോഴും നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ കണ്ടില്ലാൻ ഞങ്ങൾ അടിച്ചിട്ടുണ്ട്. കർത്താവെ, ക്ഷമിക്കുവാനും പൊറുക്കുവാനും കഴിയാത്ത ഞങ്ങളുടെ മനസ്സിനെ കർത്താവ് ക്ഷമിക്കുവാനും പൊറുക്കുവാനും പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ തെറ്റുള്ളവരാണെന്ന് മനസ്സിലാക്കുവാനും ഞങ്ങളുടെ നീരസങ്ങളെല്ലാം മാറ്റിവെക്കുവാനും ദൈവം ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഈ ദിവസങ്ങളിൽ വിശുദ്ധ വേദപുസ്തകം ഞാൻ പഠിപ്പിക്കുന്നത് പോലെ ഒരു നല്ല ആത്മീയ ജീവിതം നയിക്കുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും ഇത് ശ്രമിക്കുന്നവരുമായ എല്ലാവരെയും കർത്താവ് ഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. മുറ്റുമായിട്ട് ഏൽപ്പിക്കുക. കർത്താവെ, എത്രത്തോളം കർത്താവിനെ ഗ്രഹിച്ചല്ലോ വീണ്ടും കൂടെ ഇരിക്കണമേ. ഇപ്പോൾ ദൈവം കർത്താവെ കടന്നു പോകുന്നു. തിരുസാന്നിധ്യം കൊണ്ടിരിക്കണം. രക്തപ്പെട്ട മറക്കണം. കൃപയിൽ താങ്ങണം. ഒരുമിച്ച് ഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ.